മലങ്കര കാതലിക് ടി വിയുടെ ലെക്സിയോ ദിവീന എന്ന ഈ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ലിഖിതം എപ്രകാരം വായിക്കണം, വിചിന്തനം ചെയ്യണം, പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം എന്നതിനെക്കുറിച്ച് ആദിമസഭയിൽ രൂപപ്പെട്ട വേദവായന രീതിയെയാണ് ലെക്സിയോ ദിവീന എന്ന് പറയുന്നത്. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ ഒരിജനാണ് ഈ വേദവായന രീതി രൂപപ്പെടുത്തിയത്. ലെക്സിയോ എന്ന വാക്കിൻ്റെ അർത്ഥം വായന അഥവാ റീഡിംഗ് എന്നാണ്. ദിവീന എന്ന വാക്കിൻ്റെ അർത്ഥം ഡിവൈൻ, വിശുദ്ധ എന്നാണ്. ലെക്സിയോ ദിവീന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വിശുദ്ധ വായന എന്നാണ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വിശുദ്ധ വായന രീതി പഠിക്കുന്നതിന് മുൻപായിട്ട് ദൈവവചനത്തെക്കുറിച്ച് വ്യക്തമായി നമുക്ക് ബോധ്യമുണ്ടാകേണ്ടത് ആവശ്യമാണ്. പലരും ദൈവവചനത്തെ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് മനസ്സിലാക്കുക. ദൈവവചനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവവചനത്തെ ഇംഗ്ലീഷിൽ വേർഡ് എന്നും ഗ്രീക്കിൽ ലോഗോസ് എന്നും ഹീബ്രുവിൽ ദബാർ എന്ന പദം കൊണ്ടുമാണ് വിവരിക്കുക. ദൈവവചനത്തെ 8 രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്വരമാണ്, ചിന്തയാണ്, മനസ്സാണ്, വാക്കാണ്. പിതാവായ ദൈവത്തിൻ്റെ തിരുവുള്ളമാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൽ ജനിച്ച പിതാവിൻ്റെ ചിന്തയും മനസ്സും സ്വരവും തിരുവുള്ളവും എല്ലാം ഒന്നുചേർന്നതാണ് ദൈവത്തിൻ്റെ ഈ വചനം. ദൈവവചനത്തെ നമുക്ക് 8 രീതിയിൽ മനസ്സിലാക്കാം എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഒന്നാമത്തേത്, അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച പിതാവിൻ്റെ വചനം. അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച പിതാവിൻ്റെ വചനം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. പിതാവായ ദൈവം എന്നുണ്ടോ അന്ന് ദൈവത്തിൻ്റെ വചനവുമുണ്ട്. പിതാവായ ദൈവത്തിന് ആരംഭവുമില്ല, അവസാനവുമില്ല. അങ്ങനെയെങ്കിൽ പിതാവിൽ നിന്ന് ജനിച്ച പിതാവിൻ്റെ വചനത്തിനും ആരംഭവുമില്ല, അവസാനവുമില്ല. പിതാവായ ദൈവം എന്നുണ്ടോ അന്ന് തന്നെ പിതാവിന് ചിന്തയുണ്ട്, മനസ്സുണ്ട്, ശബ്ദമുണ്ട്. അതുകൊണ്ട് പിതാവിൽ നിന്ന് ജനിച്ച പിതാവിൻ്റെ വചനം. അതാണ് ഒന്നാമത്തെ അർത്ഥം, അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച പിതാവിൻ്റെ വചനം. രണ്ടാമത്തെ അർത്ഥതലം എന്ന് പറയുന്നത് സൃഷ്ടിശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തിന് സൃഷ്ടിശക്തിയുണ്ട്. നമ്മൾ വീട്ടിൽ മാതാപിതാക്കൾ കുട്ടികളോടൊരു കാര്യം പറഞ്ഞാൽ ആ വാക്കിനർത്ഥമുണ്ട്, അവരത് അനുസരിക്കും. സ്കൂളിൽ അധ്യാപകർ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ അവരത് അനുസരിക്കും. അവരുടെ വാക്കിന് ശക്തിയുണ്ട്, വിലയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തി അതിനൊക്കെ ഉപരിയാണ്. ഇല്ലായ്മയിൽ നിന്ന് പോലും സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാക്ക്. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് സൃഷ്ടിശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിലൂടെ ദൈവം ഈ മനോഹരമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, അവനിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. കൊളോസ്സോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ സൃഷ്ടിശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം, ഇല്ലായ്മയിൽ നിന്ന് പോലും സൃഷ്ടിക്കാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം. ഉൽപ്പത്തി 1-ാം അധ്യായത്തിലുടനീളം ഉണ്ടാകട്ടെ എന്നൊറ്റ വാക്കിലൂടെയാണ് ദൈവം സൃഷ്ടികർമ്മം നടത്തുക. മൂന്നാമത്തെ അർത്ഥതലം എന്ന് പറയുന്നത് പൂർവ്വപിതാക്കന്മാർ വഴി പ്രഘോഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം. ഹെബ്രായർ 1:1 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി ദൈവം പല രീതിയിലും പല പ്രകാരത്തിലും നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്.
പൂർവ്വപിതാക്കന്മാർ വഴി സംസാരിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം പഴയ നിയമകാലത്ത് പൂർവ്വപിതാക്കന്മാരിലൂടെ സംസാരിക്കപ്പെട്ടു. ഇസ്രായേലെ കേൾക്കുക, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശുവും പറയുന്നുണ്ട്. ഇസ്രായേലെ കേൾക്കുക, ഷമ്മ ഇസ്രായേൽ, ഹിയറോ ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാർ നിരന്തരം ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ സ്വരം ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു. പൂർവ്വപിതാക്കന്മാർ വഴി വെളിപ്പെടുത്തപ്പെട്ട, പ്രഘോഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം. പഴയ നിയമകാലത്തെ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് ഒറ്റ വാക്കിൽ ഇപ്രകാരം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദൈവവചനത്തിന് ഒരു സ്വരമുണ്ട്. പഴയ നിയമത്തിൽ ആരും ദൈവത്തെ കണ്ടില്ല, ദൈവത്തെ കേട്ടതേ ഉള്ളൂ. ദൈവവചനത്തിന് ഒരു സ്വരമുണ്ട്. അപ്പോൾ അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച വചനം, സൃഷ്ടിശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം, പൂർവ്വപിതാക്കന്മാർ വഴി സംസാരിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം. നാലാമത്തേത്, ഈ ദൈവത്തിൻ്റെ വചനം മാംസമായി, മനുഷ്യനായി, നാലാമത്തെ അർത്ഥതലം മനുഷ്യനായി തീർന്ന ദൈവത്തിൻ്റെ വചനം. യോഹന്നാൻ 1:14, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച വചനം, സൃഷ്ടിശക്തിയുള്ള വചനം, പൂർവ്വപിതാക്കന്മാർ വഴി സംസാരിക്കപ്പെട്ട വചനം. ആ വചനം ബേത്ലഹേമിൽ കന്യകമറിയാമിൽ നിന്ന് ജനിച്ച് നസ്രത്തിൽ വളർന്ന് പാടിപീടുകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത വചനം, മനുഷ്യനായി തീർന്ന ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം മാനുഷിക രൂപത്തിൽ കാണപ്പെട്ടു, നസ്രായനായ യേശുവിലൂടെ കാണപ്പെട്ടു. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ വചനം എന്ന് നാം പറയുമ്പോൾ അത് പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയെയാണ് അത് സൂചിപ്പിക്കുക. പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ ഈ വ്യക്തി ദൈവത്തിൻ്റെ വചനമാണ്. ഈ രണ്ടാമത്തെ വ്യക്തി, വചനമായ ദൈവം, അനാദിയിലെ പിതാവിന് കൂടിയായ ദൈവമായിരുന്നു, സൃഷ്ടിശക്തിയുള്ള ദൈവത്തിൻ്റെ വചനമായിരുന്നു, പൂർവ്വപിതാക്കന്മാർ വഴി പ്രഘോഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനമായിരുന്നു. ആ വചനം മനുഷ്യനായി നമുക്ക് കാണപ്പെട്ടു. അതുകൊണ്ട് പുതിയ നിയമത്തിൽ നാം ഇപ്രകാരം പറയും, ദൈവവചനത്തിന് ഒരു മുഖമുണ്ട്. ദൈവവചനത്തെ നമുക്ക് കാണാൻ പറ്റി, കേൾക്കാൻ പറ്റി. യേശു എന്ന വ്യക്തിയിലൂടെ ദൈവവചനത്തെ നമുക്ക് കാണാനും കേൾക്കാനും സാധിച്ചു. ദൈവവചനത്തിന് ഒരു മുഖമുണ്ട്. ആ മുഖം യേശുവിൻ്റെ മുഖമാണ്. അഞ്ചാമതായി ദൈവവചനത്തെ നാം മനസ്സിലാക്കുന്നത് അപ്പമായി തീർന്ന ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം അപ്പമായി തീർന്നു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ അപ്പം ഞാനാണ്, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഈ അപ്പം എൻ്റെ ശരീരമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം തുടർന്ന് കർത്താവ് ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ദൈവവചനം അപ്പത്തിൻ്റെ രൂപത്തിൽ നമുക്ക് നൽകപ്പെട്ടു. അപ്പമായി തീർന്ന ദൈവത്തിൻ്റെ വചനം, മനുഷ്യനായി തീർന്ന ദൈവത്തിൻ്റെ വചനം, ആ വചനമാണ് അപ്പമായി നമുക്ക് നൽകപ്പെട്ടത്. ആറാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം വാമൊഴിയായി പ്രഘോഷിക്കപ്പെട്ടു. വാമൊഴിയായി പ്രഘോഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം. നമുക്കറിയാം, AD 33 കർത്താവ് മരിച്ചുവെങ്കിൽ AD 60 ശേഷമാണ് സുവിശേഷങ്ങൾ എഴുതപ്പെടുക. ഏകദേശം 30 വർഷക്കാലം കർത്താവിൻ്റെ വചനം എഴുതപ്പെട്ട രൂപത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കർത്താവ് പഠിപ്പിച്ചതോ, ശിഷ്യന്മാർ കർത്താവിനെ കേട്ടത് അവർ വാമൊഴിയായി, കർത്താവിൻ്റെ ഉത്ഥാനശേഷം ഒരു വാമൊഴിയായി പഠിപ്പിച്ചിരുന്നു. അങ്ങനെ വാമൊഴിയായി പ്രഘോഷിക്കപ്പെട്ട, പഠിപ്പിച്ചിരുന്ന ദൈവത്തിൻ്റെ വചനം, അതിനെയാണ് സഭ വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുക. അപ്പോൾ ആറാമത്തെ അർത്ഥതലം അതാണ്, വാമൊഴിയായി പ്രഘോഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം, അല്ലെങ്കിൽ വിശുദ്ധ പാരമ്പര്യം എന്ന് നാം അതിനെ വിളിക്കുന്നു.
ഏഴാമതായി നാം മനസ്സിലാക്കേണ്ടത് എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം മാനുഷിക ഭാഷയിൽ എഴുതപ്പെട്ടു, അത് ലിഖിതമായി തീർന്നു. നാം ആരംഭത്തിലേ പറഞ്ഞു, അനാദിയിലെ പിതാവിൽ ജനിച്ച വചനം, സൃഷ്ടിശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം, പൂർവ്വപിതാക്കന്മാർ വഴി പ്രഘോഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം, ആ വചനം മനുഷ്യനായി മാംസമായി മുഖമായി യേശുവിലൂടെ കാണപ്പെട്ടു. ആ വചനം അപ്പമായി, ആ വചനം വാമൊഴിയായി പ്രഘോഷിക്കപ്പെട്ടു. ഇപ്രകാരം വാമൊഴിയായി ആദ്യം പ്രഘോഷിക്കപ്പെട്ട വചനം മാനുഷിക ഭാഷയിൽ എഴുതപ്പെട്ടപ്പോൾ അത് എഴുതപ്പെട്ട ലിഖിതമായി, സേക്രഡ് സ്ക്രിപ്ചർ. വാമൊഴിയായി പ്രഘോഷിക്കപ്പെട്ടത് സേക്രഡ് ട്രഡീഷൻ എന്നും ലിഖിതമായി എഴുതപ്പെട്ടത് സേക്രഡ് സ്ക്രിപ്ചർ എന്നും നാം മനസ്സിലാക്കും. ഏഴാമത്തെ അർത്ഥതലമാണ് എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതം. മനുഷ്യനായി തീർന്ന ദൈവത്തിന്, മുഖമായി തീർന്ന ദൈവത്തിൻ്റെ വചനത്തിന് ജീവിക്കാനൊരു വീട് വേണം. ആ വീടാണ് സഭ എന്ന് പറയുക, ആ ഭവനമാണ് സഭ എന്ന് പറയുക. അപ്പോൾ കർത്താവിൻ്റെ ഉത്ഥാനശേഷം കർത്താവ് സഭയിലൂടെയാണ് ജീവിക്കുന്നത്, സഭ എന്ന ഭവനത്തിലൂടെയാണ് ജീവിക്കുക. ഈ സഭയാകുന്ന ഭവനത്തിൽ 3 രീതിയിൽ ഈ ദൈവവചനം നൽകപ്പെട്ടു. അപ്പമായും വാമൊഴിയായും വിശുദ്ധ പാരമ്പര്യമായും എഴുതപ്പെട്ട ലിഖിതമായും ഈ ദൈവത്തിൻ്റെ വചനം നൽകപ്പെട്ടു. എട്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം. ഇന്ന് പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം, ഇത് ഞാൻ നിങ്ങളോട് സുവിശേഷം പറയുമ്പോൾ, നാം ദേവാലയത്തിൽ അല്ല മറ്റ് സന്ദർഭങ്ങളിൽ സുവിശേഷം കേൾക്കപ്പെടുമ്പോൾ ദൈവം നമ്മോട് നേരിട്ട് സംസാരിക്കുകയാണ്. പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം ഇന്ന് പ്രഘോഷിക്കപ്പെടുമ്പോൾ അത് ജീവനുള്ളതായിത്തീരുന്നു, അത് ശക്തിയുള്ളതായിത്തീരുന്നു. അപ്പോൾ പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം. അപ്പോൾ 8 രീതിയിലാണ് ദൈവവചനത്തെ നാം മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായി അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച വചനം, സൃഷ്ടിശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം, പൂർവ്വപിതാക്കന്മാർ വഴി സംസാരിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം, മാംസമായി തീർന്ന മനുഷ്യനായി തീർന്ന ദൈവത്തിൻ്റെ വചനം, അപ്പമായി തീർന്ന ദൈവത്തിൻ്റെ വചനം, വാമൊഴിയായി പ്രഘോഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം, ലിഖിതമായി തീർന്ന ദൈവത്തിൻ്റെ വചനം, അവസാനമായി ഇന്ന് പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ദൈവവചനം സമം ബൈബിൾ എന്ന് പറയുന്നത് തെറ്റാണ്. ദൈവവചനത്തെ ബൈബിൾ മാത്രമായി ചുരുക്കിക്കാണാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവവചനം എന്ന വിശാല യാഥാർത്ഥ്യത്തിൻ്റെ 8 അർത്ഥതലങ്ങളിൽ ഒന്ന് മാത്രമാണ് എഴുതപ്പെട്ട ലിഖിതം. 7ാമത്തെ അർത്ഥതലമാണ് എഴുതപ്പെട്ട ലിഖിതം. അതുകൊണ്ട് ദൈവവചനം സമം ബൈബിൾ എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില വേദവാക്യങ്ങൾ കൂട്ടി പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം എന്നതിന് പകരം ബൈബിളായിട്ട് വായിച്ചാൽ അങ്ങനെയിരിക്കും. ആദിയിൽ ബൈബിൾ ഉണ്ടായിരുന്നു, ബൈബിൾ ദൈവത്തോടു കൂടിയായിരുന്നു, ബൈബിൾ ദൈവമായിരുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വചനം എന്നതിന് അതിന് കൃത്യമായ ഉത്തരം വിശുദ്ധ ബൈബിൾ എന്നല്ല. അതുപോലെ വചനം മാംസമായി എന്നതിന് ബൈബിൾ മാംസമായി എന്ന് പറയാൻ പറ്റില്ല. ചുരുക്കത്തിൽ ദൈവവചനമെന്ന വിശാല യാഥാർത്ഥ്യത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ 7ാമത്തെ അർത്ഥതലമാണ് എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതം. സത്യത്തിൽ ദൈവത്തിൻ്റെ വചനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതൊരു വ്യക്തിയാണ്, പരിശുദ്ധ തൃത്വത്തിലെ 2ാമത്തെ വ്യക്തിയാണ്. ഈ വ്യക്തി അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച് പിതാവിനോട് കൂടിയായിരുന്ന് ആ വ്യക്തിയിലൂടെ പിതാവായ ദൈവം പഴയ നിയമത്തിൽ അദൃശ്യനായും പുതിയ നിയമത്തിൽ ദൃശ്യനായും നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് ദൈവവചനത്തെക്കുറിച്ച് പ്രകാരം പറയും, പഴയ നിയമത്തിൽ ദൈവവചനത്തിനൊരു സ്വരമുണ്ട്, പുതിയ നിയമത്തിൽ ദൈവവചനത്തിനൊരു മുഖമുണ്ട്, സഭയിൽ ദൈവവചനത്തിനൊരു ഭവനമുണ്ട്, അവസാനം
പ്രഘോഷിക്കപ്പെടുന്ന ദൈവവചനത്തെ പറയുക. ദൈവവചനത്തിന് ഒരു വഴി ഉണ്ട്. നാം ഇതുവരെ എന്താണ് ദൈവവചനം, അതിനെ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കാനാണ് നാം പരിശ്രമിച്ചത്. പലരും ദൈവവചനം എന്ന് പറയുന്നത് കൊണ്ട് പെട്ടെന്ന് ബൈബിളാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അതുകൊണ്ടാണ് എന്താണ് ദൈവവചനം എന്ന് വ്യക്തമായി നാം പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വിശുദ്ധ വായന എപ്രകാരം നടത്തണം എന്ന വിഷയത്തിലേക്ക് നാം കടക്കുന്നതിന് മുൻപായിട്ട് വിശുദ്ധ ലിഖിതവും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധം ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലാകുക. വിശുദ്ധ ലിഖിതവും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധം അത് മനസ്സിലാക്കുന്നതിന് നമുക്ക് ആരാണ് ക്രിസ്ത്യാനി എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരം കൊടുക്കുമ്പോൾ അത് കുറേ കൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ആരാണ് ക്രിസ്ത്യാനി? ക്രിസ്തു ഉള്ളിലുള്ളവനാണ് ക്രിസ്ത്യാനി. ക്രൈസ്റ്റ് ഹു ഈസ് ഇൻ, ക്രൈസ്റ്റ് ഇൻ എക്സ്പീരിയൻസ്. ആരുടെയൊക്കെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ അവരാണ് ക്രിസ്ത്യാനി. വിവിധ അർത്ഥങ്ങൾ ക്രിസ്ത്യാനി എന്ന പദത്തിന് നമ്മൾ കൊടുക്കാറുണ്ട്. എന്നാൽ ക്രിസ്തു ഉള്ളിലുള്ളവനാണ് ക്രിസ്ത്യാനി, ക്രൈസ്റ്റ് ഹു ഈസ് ഇൻ എന്ന ആ വ്യാഖ്യാനത്തിന് ഏറെ അർത്ഥതലങ്ങളുണ്ട്. ഒരുപക്ഷേ ഒരു മലങ്കരക്കാരനാകാനോ ഓർത്തഡോക്സുകാരനാകാനോ മർത്തോമാക്കാരനാകാനോ സീറോ മലബാറുകാരനാകാനോ ലത്തീൻകാരനാകാനോ വളരെ എളുപ്പമാണ്. ഞായറാഴ്ച പള്ളിയിൽ പോകണം, കുടിശ്ശിക കൊടുക്കണം, മര്യാദയ്ക്കൊക്കെ ജീവിക്കണം. ഇത്രയൊക്കെ ചെയ്താൽ നാട്ടുകാരും വികാരിയച്ഛനും എല്ലാവരും പറയും നല്ല ആളാണെന്ന് പറയും. പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്, കുടിശ്ശികയൊക്കെ തരുന്നുണ്ട്, മര്യാദയ്ക്കൊക്കെ ജീവിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഒരു മലങ്കരക്കാരനാകാനും ഓർത്തഡോക്സുകാരനാകാനും ഒക്കെ ഇത് മതി. പക്ഷെ ക്രിസ്ത്യാനിയാകാൻ ഇതുപോലെ പള്ളിയിൽ പോയതുകൊണ്ടോ കുടിശ്ശിക കൊടുത്തതുകൊണ്ടോ മര്യാദയ്ക്ക് ജീവിച്ചതുകൊണ്ടോ ക്രിസ്ത്യാനിയാകണമെന്നില്ല. അതുകൊണ്ടാണ് നാമമാത്ര ക്രിസ്ത്യാനി, പള്ളിയിൽ പേരെഴുതപ്പെട്ട രജിസ്റ്റർ ചെയ്ത ക്രിസ്ത്യാനി, സഭക്കാരൻ എന്ന് വേണം നമുക്ക് പറയാം. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനി ആരാണ്? ക്രിസ്തു ഉള്ളിലുള്ളവനാണ് ക്രിസ്ത്യാനി. പള്ളിയിൽ പോകുന്ന മലങ്കരക്കാരിൽ എത്ര പേരുടെ ഉള്ളിൽ യേശുവുണ്ട് എന്നുള്ളതാണ് ചോദ്യം. പള്ളിയിൽ പോകുന്ന എന്നിൽ, എൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥ ചോദ്യം. ക്രിസ്തു ഉള്ളിലുള്ളവനാണ് ക്രിസ്ത്യാനിയെങ്കിൽ, ക്രിസ്തുവുമായി ആഴപ്പെട്ട വ്യക്തിബന്ധം പുലർത്തുന്നവനാണ് ക്രിസ്ത്യാനിയെങ്കിൽ, നിങ്ങൾ എന്നിൽ വസിക്കും, ഞാൻ നിങ്ങളിലും വസിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുന്തിരിയുടെയും ശാഖയുടെയും വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, എബൈഡ് ഇൻ മീ, ഐ എബൈഡ് ഇൻ യു. അപ്പോൾ ക്രിസ്തു ഉള്ളിലുള്ളവനാണ് ക്രിസ്ത്യാനി. അപ്പോൾ ക്രിസ്തു ഉള്ളിലോട്ട് കടന്നു വരുന്ന രണ്ട് പ്രധാന വഴികളാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ ലിഖിതവും. അപ്പം ക്രിസ്തു ഉള്ളിലോട്ട് കടന്നു വരുന്ന രണ്ട് വഴികളാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ ലിഖിതവും. നാവിലൂടെ ക്രിസ്തു ഉള്ളിലോട്ട് കടന്നു വരും, അതാണ് വിശുദ്ധ കുർബാന. കുർബാന സ്വീകരിക്കുമ്പോൾ നാവിലൂടെ കർത്താവിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരും. വിശുദ്ധ ലിഖിതം നാം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് ചെവിയിലൂടെ കടന്നു വരും. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന മധ്യേ പുരോഹിതൻ ആദ്യം ലിഖിതം മുറിച്ച് ചെവി തരും, പിന്നീടാണ് അപ്പം മുറിച്ച് നാവിൽ തരുന്നത്. ഒരേ പുരോഹിതൻ തന്നെയാണ് ലിഖിതം മുറിച്ച് ചെവി തരുന്നതും അപ്പം മുറിച്ച് നാവിൽ തരുന്നതും. ഒരേ കർത്താവ് രണ്ട് ഫോർമാറ്റിൽ, രണ്ട് രീതിയിൽ നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വരികയാണ്. പരിശുദ്ധി അമ്മയുടെ ഉള്ളിലേക്ക് യേശു കടന്നു വന്നത്, ഹൃദയത്തിലും ഉദരത്തിലും യേശു കടന്നു വന്നത് ചെവിയിലൂടെയാണ്. അവൾ വചനം കേട്ടപ്പോൾ, ദൈവത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ അവിടെ ചെവിയിലൂടെയാണ് കർത്താവ് അവിടെ ഹൃദയത്തിലും ഉദരത്തിലും നിറഞ്ഞത്. അപ്പോൾ കർത്താവ് ഉള്ളിലോട്ട് കടന്നു വരുന്ന രണ്ട് വഴികളാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ വചനവും. വിശുദ്ധ ലിഖിതം നാം കേൾക്കുമ്പോൾ ചെവിയിലൂടെയും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാവിലൂടെയും കർത്താവ് കടന്നു വരും. സഹോദരങ്ങളെ, വിശുദ്ധ കുർബാനയിലെ അതേ കർത്താവ് തന്നെയാണ് വിശുദ്ധ ലിഖിതത്തിലുമുള്ളത്.
വിശുദ്ധ കുർബാനയിലെ അതേ കർത്താവ് തന്നെയാണ് വിശുദ്ധ ലിഖിതത്തിലുമുള്ളത്. ഒരേ കർത്താവ്. അത് മലങ്കരക്കാരോട് പറഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടും. കാരണം മലങ്കര കുർബാനയിൽ വിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കുന്ന എല്ലാ ആഘോഷവും വിശുദ്ധ ലിഖിതത്തിനും കൊടുക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന പടിഞ്ഞാട്ടെടുക്കുമ്പോൾ കത്തിച്ച 2 തിരികൾ പിടിക്കും. മർബഹാസ, മണി, ധൂപം, എല്ലാ ആഘോഷങ്ങളുമുണ്ട്. അതേ ആഘോഷങ്ങൾ തന്നെയാണ് വിശുദ്ധ ലിഖിതം വായിക്കുമ്പോഴും ഉള്ളത്. ഒരേ കർത്താവ് തന്നെയാണ് വിശുദ്ധ ലിഖിതത്തിലും വിശുദ്ധ കുർബാനയിലും ഉള്ളത് എന്ന് സൂചിപ്പിക്കാനാണ്. ഒരേ ആഘോഷങ്ങളാണ് വിശുദ്ധ കുർബാനയ്ക്കും വിശുദ്ധ ലിഖിതത്തിനും നൽകുക. ഇനിയും മലങ്കരക്കാരോട് പറഞ്ഞാൽ മനസ്സിലാവും. വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ മലങ്കര സഭയിൽ വൈദികൻ പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവിൻ്റെ തിരു ശരീര രക്തങ്ങളാകുന്ന തീക്കട്ട, കർത്താവിൻ്റെ ശരീരവും രക്തവും തീക്കട്ടയാണെന്ന് പറഞ്ഞാണ് വിശ്വാസിക്ക് നൽകുക. കർത്താവിൻ്റെ തിരുശരീരക്തങ്ങൾ മാത്രമല്ല തീക്കട്ട, അവൻ്റെ വാക്കും തീയാണ്. സങ്കീർത്തനം 29:7. കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. യെരമ്യ 23:29. കർത്താവിൻ്റെ സ്വരം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. അപ്പോൾ കർത്താവിൻ്റെ ശരീരം മാത്രമല്ല, അവിടുത്തെ വാക്കും ശബ്ദവും തീയാണ്. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ കുർബാനയിലെ അതേ കർത്താവ് തന്നെയാണ് വിശുദ്ധ ലിഖിതത്തിലും ഉള്ളത്. വിശുദ്ധ കുർബാന മധ്യേ ഗോതമ്പപ്പം കർത്താവിൻ്റെ ശരീരമായി മാറുമ്പോൾ, വിശുദ്ധ കുർബാന മധ്യേ വിശുദ്ധ ലിഖിതം കർത്താവിൻ്റെ സാന്നിധ്യമായി മാറും. ഒരേ കർത്താവ് തന്നെയാണ് വിശുദ്ധ കുർബാനയിലും വിശുദ്ധ ലിഖിതത്തിലും ഉള്ളത്. വിശുദ്ധ കുർബാനയിലെയും വിശുദ്ധ ലിഖിതത്തിലെയും കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പുറപ്പെടുവിച്ച വെർബും ഡോമിനി, കർത്താവിൻ്റെ വചനം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ 53 മുതൽ 56 വരെയുള്ള ഖണ്ഡികകളിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചും വിശുദ്ധ ലിഖിതത്തെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നു. അതിൽ 55-ാമത്തെ നമ്പറിൽ വിശുദ്ധ കുർബാനയ്ക്കും വിശുദ്ധ ലിഖിതത്തിനും ഒരേ ആദരവും ഒരേ ബഹുമാനവും കൊടുക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് മാത്രമേ ആരാധന സഭ അർപ്പിക്കുന്നുള്ളൂ എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വത്തിക്കാൻ കൗൺസിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: വിശുദ്ധ കുർബാന മധ്യേ പുരോഹിതൻ ലിഖിതം വായിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെ സംസാരിക്കുന്നു. വചനത്തിൻ്റെ മേശയിൽ നിന്നും അപ്പത്തിൻ്റെ മേശയിൽ നിന്നും മക്കൾക്ക് പോഷണം കൊടുക്കണം. വിശുദ്ധ കുർബാന മധ്യേ ആദ്യം പുരോഹിതൻ ലിഖിതം മുറിച്ച് ചെവി കൊടുക്കും, പിന്നീട് അപ്പം മുറിച്ച് നാവിൽ കൊടുക്കും. നാട്ടിൻപുറത്ത് പറയാറുണ്ട്, മക്കൾക്ക് ചൊല്ലും ചോറും കൊടുത്ത് വളർത്തണം എന്ന്. വിശുദ്ധ കുർബാന മധ്യേ പുരോഹിതൻ ആത്മീയമായ ചൊല്ലും ചോറും കൊടുത്ത് ജനങ്ങൾക്ക് പോഷണം നൽകുകയാണ്. വിശുദ്ധ കുർബാന മധ്യേ ഗോതമ്പപ്പം കർത്താവിൻ്റെ സാന്നിധ്യമാകുന്നത് പോലെ, കർത്താവിൻ്റെ ശരീരമാകുന്നത് പോലെ തന്നെ വിശുദ്ധ ലിഖിതവും കർത്താവിൻ്റെ സാന്നിധ്യമാകും എന്ന് നമ്മൾ പറയുകയുണ്ടായി. എപ്രകാരമാണ് കുർബാന മധ്യേ വിശുദ്ധ ലിഖിതം കർത്താവിൻ്റെ സാന്നിധ്യമാകുക? ഈ വേദപുസ്തകം 100 വർഷം ഈ ടേബിളിൽ ഇവിടെ ഇരുന്നതിൻ്റെ പേരിലോ, 100 വർഷം പള്ളിയിൽ നമസ്കാരമേശയുടെ പുറത്ത് ഇരുന്നതിൻ്റെ പേരിലോ, തിരി കത്തിച്ച് വെച്ചതിൻ്റെ പേരിലോ അതിന് ജീവനുണ്ടാകത്തില്ല. അതെപ്പോഴാണ് ജീവിക്കുന്നതായി തീരുക? അത് വായിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇസ്രായേലെ കേൾക്കുക. യേശു പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിശുദ്ധ ലിഖിതം വായിക്കുമ്പോഴാണ്, കേൾക്കപ്പെടുമ്പോഴാണ് അത് കൂദാശയായിത്തീരുന്നത്, ജീവനുള്ളതായിത്തീരുന്നത്. പുരോഹിതൻ കുർബാന മധ്യേ വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ ലിഖിതം ജീവനുള്ളതായിത്തീരും, കൂദാശയായിത്തീരും, കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളതായിത്തീരും. പുരോഹിതൻ കുർബാന മധ്യേ ലിഖിതം വായിക്കുമ്പോൾ ആ ശബ്ദത്തിൽ യേശു സാന്നിധ്യം നിറഞ്ഞു നിൽക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ദേവാലയത്തിൽ
ഒരു പുരോഹിതൻ ഉച്ചത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ അറിയാവുന്ന ഒരാൾ പുറത്തു നിന്ന് ആ പ്രസംഗം കേൾക്കുകയാണെന്ന് വിചാരിക്കുക. പക്ഷെ അദ്ദേഹത്തെ കാണുന്നില്ല. പുറത്ത് നിൽക്കുന്ന വ്യക്തി ആ സ്വരം കേട്ടിട്ട് പറയും, ഇന്ന ആളാണ് ആ സംസാരിക്കുന്നത്. ആ ശബ്ദം കേട്ടിട്ട് ആ ശബ്ദത്തിൻ്റെ ഉടമസ്ഥനാരാണെന്ന് കേൾക്കുന്ന ആളിന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇന്നയാളാണ് സംസാരിക്കുന്നത്, കാണാതെ തന്നെ പറയും. കാരണം ശബ്ദമുള്ളിടത്ത് ആ വ്യക്തി സന്നിഹിതനാണ്. ഒരു വ്യക്തിയുടെ ശബ്ദം എവിടെയുണ്ടോ അവിടെ ആ വ്യക്തി സന്നിഹിതനാണ്. എൻ്റെ ശബ്ദമുള്ളിടത്ത് ഞാൻ സന്നിഹിതനാണ്. എൻ്റെ ശബ്ദമുള്ളിടത്ത് ഞാനുണ്ടെങ്കിൽ യേശുവിൻ്റെ ശബ്ദമുള്ളിടത്ത് ആരുണ്ട്? യേശുവുണ്ട്. യേശുവിൻ്റെ ശബ്ദം കേൾക്കപ്പെടുന്നിടത്ത്, വായിക്കപ്പെടുന്നിടത്ത്, ശ്രവിക്കപ്പെടുന്നിടത്ത് യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. അതിന് വിശുദ്ധ കുർബാന മധ്യേ പുരോഹിതൻ ലിഖിതം വായിക്കുമ്പോൾ ആ ശബ്ദത്തിൽ യേശു ആ ദേവാലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. വചനം കൂദാശയായി മാറുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ദേവാലയം നിറയുകയാണ്. അങ്ങനെ വിശുദ്ധ ലിഖിതം കൂദാശയായി തീരുന്നത് കൊണ്ടാണ് ലിഖിതം കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ കൈ ശുദ്ധീകരിക്കപ്പെടും. അക്ഷരത്തിലൂടെ കണ്ണ് ഓടുമ്പോൾ കണ്ണ് വിശുദ്ധീകരിക്കപ്പെടും. വായിക്കുമ്പോൾ നമ്മുടെ വായ വിശുദ്ധീകരിക്കപ്പെടും. കേൾക്കുമ്പോൾ നമ്മുടെ ചെവി വിശുദ്ധീകരിക്കപ്പെടും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. കർത്താവിൻ്റെ വചനം നമ്മെ ശുദ്ധീകരിക്കുന്ന സാന്നിധ്യമായി തീരും. അപ്പോൾ പുരോഹിതൻ കുർബാന മധ്യേ ലിഖിതം വായിക്കുമ്പോൾ അത് കൂദാശയായി തീരും എന്ന് നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ കുർബാനയിലെ അതേ കർത്താവ് തന്നെ വിശുദ്ധ ലിഖിതത്തിലും സന്നിഹിതനായി നമ്മുടെ ചെവിയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അതിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്: വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ ഒരു തുള്ളി തിരുരക്തം താഴെ വീണാൽ നിങ്ങൾ വേദനിക്കും. നിങ്ങൾക്ക് കുർബാന നൽകുമ്പോൾ കുർബാന താഴെ പോയാൽ ഒരു തുള്ളി തിരുരക്തം താഴെ വീണാൽ നിങ്ങൾ വേദനിക്കും. അയ്യോ, എനിക്ക് കുർബാന തന്നപ്പോഴാണല്ലോ ആ കുർബാന താഴെ വീണത്. നമ്മൾ നൊമ്പരപ്പെടും. മാർപ്പാപ്പ പറയുകയാണ്, താഴെ വീഴുന്ന ഒരു തുള്ളി തിരുരക്തത്തെക്കുറിച്ച് നിനക്ക് നൊമ്പരമുണ്ടെങ്കിൽ താഴെ വീഴുന്ന പാഴായി പോകുന്ന ദൈവവചനത്തെക്കുറിച്ച് ആർക്കും നൊമ്പരമില്ല. പുരോഹിതൻ വിശുദ്ധ ലിഖിതം മുറിച്ച് ചെവിയെ കൊടുക്കുമ്പോൾ അത് കേൾക്കപ്പെടാതെ പോകുമ്പോൾ, ശ്രവിക്കപ്പെടാതെ പോകുമ്പോൾ, ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോൾ താഴെ വീഴുന്ന ഓരോ തുള്ളി തിരുരക്തം പോലെ നഷ്ടപ്പെട്ടു പോവുകയാണെന്നാണ് മാർപ്പാപ്പ പറഞ്ഞതിൻ്റെ അർത്ഥം. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എത്ര ഒരുക്കത്തോടാണ് പോവുക. കുർബാന പടിഞ്ഞാട്ടെടുക്കുമ്പോൾ എത്ര ശ്രദ്ധയോടെയാണ് നാം നിൽക്കുക. എന്നാൽ പുരോഹിതൻ അപ്പം മുറിച്ച് നാവിൽ കൊടുക്കുന്ന അതേ ഭക്തിയിലാണോ പുരോഹിതൻ ലിഖിതം മുറിച്ച് ചെവി തരുമ്പോൾ നാം ആയിരിക്കുന്നത്? വിശുദ്ധ കുർബാന മധ്യേ പുരോഹിതൻ പ്രസംഗിക്കുമ്പോൾ ലിഖിതം മുറിച്ച് ചെവി കൊടുക്കുമ്പോൾ അപ്പം മുറിച്ച് നാവിൽ കൊടുക്കുന്നത് പോലെ തന്നെയാണ് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഓരോ വാക്കും ഓരോ വചനവും താഴെ വീഴുന്ന തിരുരക്തത്തിന് തുല്യമാണെന്ന് മാർപ്പാപ്പ പറയുമ്പോൾ കുർബാന മധ്യേ പുരോഹിതൻ പ്രസംഗിക്കുമ്പോൾ കുനിഞ്ഞിരിക്കുന്നതും പുരോഹിതൻ്റെ മുഖത്ത് നോക്കാതിരിക്കുന്നതും ഉറങ്ങുന്നതും അസ്വസ്ഥമായിരിക്കുന്നതും പുരോഹിതനോടുള്ള അവഹേളനമല്ല, പിന്നെയോ യേശുക്രിസ്തുവിനോട് തന്നെയുള്ള അവഹേളനമാണ്. കർത്താവിൻ്റെ വചനം എനിക്ക് വേണ്ട എന്ന് ബോധപൂർവം ഞാൻ പറയുകയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പുരോഹിതൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ പുരോഹിതൻ കുർബാന നാവിലോട്ട് കൊടുക്കുമ്പോൾ ആ വ്യക്തി വായ അടച്ചു പിടിച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? കുർബാന സ്വീകരിക്കാൻ അൾത്താരയുടെ മുൻപിലോട്ട് വന്നു, പുരോഹിതൻ കുർബാന എടുത്ത് നാവിൽ കൊടുക്കാൻ നേരത്ത് വാ തുറക്കുന്നില്ല, അതിൻ്റെ അർത്ഥം എന്താണ്? ബോധപൂർവ്വം ഡിനേ ചെയ്യാൻ, എനിക്ക് വേണ്ട, ഐ ഡോണ്ട് വോണ്ട് ഇറ്റ്. അതുതന്നെയാണ് പുരോഹിതൻ ലിഖിതം മുറിച്ച് ചെവി കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ബോധപൂർവം ചെവി അടയ്ക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് സഹോദരങ്ങളെ പുരോഹിതൻ വചനപ്രഘോഷം നടത്തുമ്പോൾ കുനിഞ്ഞിരിക്കുന്നതും ഉറങ്ങുന്നതും അശ്രദ്ധമായിരിക്കുന്നതും. അപ്പോൾ എത്ര ഒരുക്കത്തോട് വേണം വിശുദ്ധ ലിഖിതം നാം കേൾക്കാൻ.
വിശുദ്ധ ലിഖിതം നാം വായിക്കാൻ. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത്, ഒരു തുള്ളി തിരുരക്തം താഴെ വീണാൽ നിങ്ങൾ നൊമ്പരപ്പെടും, എന്നാൽ പാഴായി പോകുന്ന വചനത്തെക്കുറിച്ച്, കേൾക്കപ്പെടാതെ പോകുന്ന വചനത്തെക്കുറിച്ച് ആർക്കും നൊമ്പരമില്ല. സഹോദരങ്ങളെ, പള്ളിയിൽ വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ മാത്രമല്ല ലിഖിതം കൂദാശയാകുന്നത്. നിങ്ങൾ ഭവനത്തിൽ വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ അത് കൂദാശയാകും. എവിടെ വിശുദ്ധ ലിഖിതം വായിക്കപ്പെടുമോ, എവിടെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കപ്പെടുമോ, അവിടെ കർത്താവ് സന്നിഹിതനാകും. വിശുദ്ധ ലിഖിതം നമ്മൾ ഭവനത്തിൽ ഉറക്കെ വായിക്കുമ്പോൾ ആ ശബ്ദത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ഭവനങ്ങളിൽ രാവിലെയും വൈകിട്ടും വിശുദ്ധ ലിഖിതം ഉറക്കെ വായിക്കുന്ന പാരമ്പര്യം നമുക്കുണ്ട്. നമുക്കറിയാം, ഹിന്ദു സഹോദരങ്ങൾ ത്രിസന്ധിക്ക് അവിടെ വാതിലിൻ്റെ പടിയിൽ ദീപം കത്തിച്ച് വെച്ച് സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കും. എന്തിനാണ് ത്രിസന്ധിക്ക് ഈ വിളക്ക് കത്തിച്ച് വെച്ച്, ദീപം കത്തിച്ച് വെച്ച് വാതിക്കൽ, മെയിൻ വാതിലിൻ്റെ പടിയിലാണ് വിളക്ക് വെക്കുക? നമുക്കറിയാം, പ്രകാശം, പ്രഭാതം, വെളിച്ചം എല്ലാം ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. സന്ധ്യ മയങ്ങുമ്പോൾ പ്രകാശം അസ്തമിച്ച് അന്ധകാരം കടന്നു വരുമ്പോൾ ദൈവസാന്നിധ്യം ഇല്ലാതാകുന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ പ്രകാശം ഇല്ലാതായി അന്ധകാരം കടന്നു വരുമ്പോൾ പിശാച് കടന്നു വരുന്നു എന്നുള്ളതാണ്, തിന്മ കടന്നു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടയാളം. അതുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് പ്രകാശമുണ്ടാക്കുകയാണ്. സന്ധ്യയാകുമ്പോൾ ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച്, ദീപം കത്തിച്ച് ആർട്ടിഫിഷ്യലായിട്ട് പ്രകാശമുണ്ടാക്കി ദൈവസാന്നിധ്യത്തെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. തിന്മ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ വാതിലടയ്ക്കുകയാണ്. ഒരു തിന്മ ഇനി ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കുകയില്ല, ഈ സന്ധ്യയിൽ, ഈ രാത്രിയിൽ ഒരു തിന്മയും ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്ഥാനത്തിൻ്റെ അടയാളമായ ദീപം കത്തിച്ചു വെച്ച് വാതിലടയ്ക്കുകയാണ്. സഹോദരങ്ങളെ, ഇതുതന്നെയാണ് നമ്മൾ ത്രിസന്ധ്യയ്ക്ക് സന്ധ്യാസമയത്ത് തിരി കത്തിച്ചു വെച്ച് ബൈബിൾ ഉറക്കെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഭവനം നിറയ്ക്കുകയാണ്. നാം ലിഖിതം ഉറക്കെ വായിക്കുമ്പോൾ ആ വീടിനുള്ളിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കും. വീടിനുള്ളിൽ മാത്രമല്ല, ആ ശബ്ദം വീടിന് പുറത്തും കേൾക്കും. വീടിന് പുറത്തും ആ സാന്നിധ്യം നിറഞ്ഞു നിൽക്കും. അതുകൊണ്ടാണ് പഴയ അപ്പച്ചന്മാർ പറയും, വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ ഉറക്കെ വായിക്കണം. അത് വീടിനുള്ളിലും വീടിന് പുറത്തുമെല്ലാം കേൾക്കപ്പെടുമ്പോൾ ആ ശബ്ദത്തിൽ ദൈവം സന്നിഹിതനാണ്, യേശു സന്നിഹിതനാണ്. തിന്മ അവിടേക്ക് കടന്നു വരികയില്ല. സഹോദരങ്ങളെ, രാവിലെയും വൈകിട്ടും ഒരുക്കത്തോടെ വിശുദ്ധ ലിഖിതം വായിച്ച് ദൈവസാന്നിധ്യം പ്രതിഷ്ഠിക്കുന്ന ഒരു ഭവനത്തിൽ അവിടെ അപ്പൻ പറയുന്ന ഭാഷ അമ്മയ്ക്ക് മനസ്സിലാകും, അമ്മ പറയുന്ന ഭാഷ അപ്പന് മനസ്സിലാകും, അപ്പനും അമ്മയും പറയുന്ന ഭാഷ മക്കൾക്ക് മനസ്സിലാകും, മക്കൾ പറയുന്ന ഭാഷ മാതാപിതാക്കൾക്ക് മനസ്സിലാകും. ദൈവസാന്നിധ്യമുള്ള ഭവനത്തിൽ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഭവനത്തിൽ അപ്പനൊരു കാര്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അതിനിടയിൽ നിന്നുകൊണ്ട് അമ്മയോട് സംസാരിക്കും. അതിനകത്തെ തിന്മയായതെല്ലാം ഫിൽറ്റർ ചെയ്ത് മാറ്റി നന്മ മാത്രം പരിശുദ്ധാത്മാവ് അമ്മയുടെ മനസ്സിലേക്ക് പറയും. അമ്മയൊരു കാര്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അതിൻ്റെ അകത്തെ തെറ്റായതെല്ലാം മാറ്റിക്കളഞ്ഞ് അതിൻ്റെ അകത്തെ നന്മ മാത്രം അപ്പൻ്റെ മനസ്സിലേക്ക് കൊടുക്കും. മാതാപിതാക്കളൊരു കാര്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അതിനകത്തെ നന്മ മാത്രം ഫിൽറ്റർ ചെയ്തെടുത്ത് മക്കളുടെ മനസ്സിലേക്ക് കൊടുക്കും. മക്കളെന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ അകത്തെ നന്മ മാത്രം പരിശുദ്ധാത്മാവ് ഫിൽറ്റർ ചെയ്ത് മാതാപിതാക്കളുടെ മനസ്സിലേക്ക് കൊടുക്കും. അതാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നൊരു ഭവനം. അതാണ് പെന്തിക്കോസ്തയിൽ. അവിടെ ഭാഷയൊന്നിക്കും, മനസ്സുകളൊന്നിക്കും, ഹൃദയങ്ങളൊന്നിക്കും. എന്നാൽ ദൈവസാന്നിധ്യമില്ലാത്ത ഭവനങ്ങളിൽ, വിശുദ്ധലിഖിതം വായിക്കപ്പെടാത്ത ഭവനങ്ങളിൽ, ദൈവത്തെ പ്രതിഷ്ഠിക്കാത്ത ഭവനങ്ങളിൽ അപ്പനൊരു കാര്യം പറഞ്ഞാൽ അതിനകത്തെ തിന്മ മാത്രം ഫിൽറ്റർ ചെയ്ത് പിശാച് അമ്മയുടെ മനസ്സിലോട്ട് കൊടുക്കും. അപ്പം നല്ല കാര്യം പറഞ്ഞാൽ പോലും അമ്മയ്ക്ക് മനസ്സിലാകത്തില്ല. അമ്മ ഒരു കാര്യം പറഞ്ഞാൽ പിശാച് അതിനകത്തെ തിന്മ മാത്രം ഫിൽറ്റർ ചെയ്ത് അപ്പൻ്റെ മനസ്സിലേക്ക് കൊടുക്കും. രണ്ടു കൂട്ടരും പറയും, ഞാൻ നല്ല കാര്യമല്ലേ പറഞ്ഞത്. രണ്ടു കൂട്ടർക്കും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധം ഹൃദയം ചിതറിക്കപ്പെടും, ഭാഷ ചിതറിക്കപ്പെടും.
മാതാപിതാക്കളും പറയുന്നില്ല, തിന്മ മാത്രം ഫിൽറ്റർ ചെയ്ത് മക്കളുടെ മനസ്സിലേക്ക് പിശാച് കൊടുക്കും. മക്കൾ പറയുന്നില്ല, തിന്മ മാത്രം ഫിൽറ്റർ ചെയ്ത് മാതാപിതാക്കളുടെ മനസ്സിലേക്ക് പിശാച് കൊടുക്കും. അതാണ് ബാബേൽ. അവിടെ പിശാച് ഭാഷ ചിതറിക്കും, മനസ്സുകളെ ചിതറിക്കും. അതുകൊണ്ട് വിശുദ്ധ ലിഖിതം വായിക്കുന്നൊരു ഭവനം, രാവിലെയും വൈകിട്ടും വിശുദ്ധ ലിഖിതം വായിക്കുന്നൊരു ഭവനം ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ഭവനമായിരിക്കും. ദൈവസാന്നിധ്യത്താൽ കോട്ട ചുറ്റപ്പെടുന്ന ഭവനമായിരിക്കും. വിശുദ്ധ ലിഖിതവും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ആഴപ്പെട്ട ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. വിശുദ്ധ ലിഖിതവും വിശുദ്ധ കുർബാനയും ഉള്ളിലോട്ട് കർത്താവ് കടന്നു വരുന്ന രണ്ട് വഴികളാണെന്ന് പറഞ്ഞു. ക്രിസ്തു ഉള്ളിലുള്ളവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തു ഉള്ളിലോട്ട് കടന്നു വരുന്ന രണ്ട് വഴികളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ക്രിസ്തു നാവിലൂടെയും ഉള്ളിലോട്ട് കടന്നു വരും, ചെവിയിലൂടെയും ഉള്ളിലോട്ട് കടന്നു വരും. വിശുദ്ധ കുർബാനയിലൂടെ, കൂദാശകളിലൂടെ, അതുപോലെ തന്നെ വിശുദ്ധ ലിഖിതത്തിലൂടെ. വിശുദ്ധ കുർബാന മധ്യേ ഗോതമ്പപ്പം കർത്താവാകുമെങ്കിൽ വിശുദ്ധ ലിഖിതവും കർത്താവിൻ്റെ സാന്നിധ്യമായി മാറും. അതുകൊണ്ട് ഒരേ ആദരവും ഒരേ ബഹുമാനവുമാണ് വിശുദ്ധ കുർബാനയ്ക്കും വിശുദ്ധ ലിഖിതത്തിനും സഭ നൽകുന്നത്. മൂന്നാമത് ഒരു വഴിയിലൂടെ കർത്താവ് ഉള്ളിലോട്ട് കടന്നു വരും. നമ്മുടെ കണ്ണിലൂടെയാണ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ. വിശുദ്ധ കുർബാന മധ്യേ ചെവിയിലൂടെ കർത്താവ് ഉള്ളിലോട്ട് വന്നു, നാവിലൂടെ കർത്താവ് ഉള്ളിലോട്ട് വന്നു. അതിനുശേഷം പുരോഹിതൻ നമ്മളെ പുറത്തേക്ക് പറഞ്ഞയക്കും ശുശ്രൂഷയ്ക്കായി. പുറത്തേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ വേദനിച്ച് കിടക്കുന്ന ഒരുവനിൽ, രോഗിയായിട്ട് കിടക്കുന്ന ഒരുവനിൽ, പരിത്യക്തനിൽ, വേലിക്കെട്ടിന് പുറത്ത് കിടക്കുന്നവനിൽ അവനെ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ അവൻ കൂദാശിയായിട്ട് മാറും, അവൻ കർത്താവായിട്ട് മാറും. ഈ ചെറിയവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ സഹോദരങ്ങളെ, കുർബാന മധ്യേ ലിഖിതം കൂദാശിയാകുമെങ്കിൽ, ഗോതമ്പപ്പം കർത്താവിന് സാന്നിധ്യമായി മാറുമെങ്കിൽ, കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എളിയവന് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവൻ കർത്താവാകും, അവൻ കൂദാശിയാകും. അവനിലൂടെ കർത്താവിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരും. എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ എല്ലാം കർത്താവിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരും. എന്നാൽ ഈ ഒരു ഭാഗത്ത് പ്രത്യേകമായും ചെവിയിലൂടെ കർത്താവ് നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വരുന്ന വഴികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുക. വിശുദ്ധ ലിഖിതം എപ്രകാരമാണ് നാം വായിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത്, വിചിന്തനം ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്? ഈ വേദവായന രീതിയാണ് ലെക്സ്യോ ദിവ്യന എന്ന് പറയുക. 3-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ടതാണ് നാം പഠിക്കുകയുണ്ടായി. ഈ ലെക്സ്യോ ദിവ്യനായുടെ 6 ഭാഗങ്ങളെക്കുറിച്ചാണ് നാം ഇനിയും കാണുന്നത്. വിശുദ്ധ ലിഖിതം എങ്ങനെയാണ് വായിക്കേണ്ടത്, വിചിന്തനം ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക. ലെക്സ്യോ ദിവ്യനായുടെ 6 ഭാഗങ്ങൾ ഓരോന്നായി നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലെക്സ്യോ ദിവ്യനായുടെ 6 ഭാഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ലെക്സ്യോ ദിവ്യന നമുക്ക് വ്യക്തിപരമായും കുടുംബമായും ചെറിയ സമൂഹമായിട്ടും നടത്താനായിട്ട് സാധിക്കും. അപ്രകാരം ലെക്സ്യോ ദിവ്യന വിശുദ്ധഗ്രന്ഥത്തിൻ്റെ വിശുദ്ധ വായന വ്യക്തിയായിട്ടും കുടുംബമായിട്ടും ചെറിയ സമൂഹമായിട്ടും നടത്തുന്നതിന് മുൻപായിട്ട് അതിനൊരു പശ്ചാത്തലം ഒരുക്കേണ്ടത് ആവശ്യമുണ്ട്. ആദ്യമായിട്ട് നമ്മളിരിക്കുന്ന സ്ഥലത്ത്, പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു വിശുദ്ധ ഗ്രന്ഥം തുറന്ന് പ്രതിഷ്ഠിച്ച് വെക്കണം. 2 മെഴുകുതിരി കത്തിച്ച് വെക്കണം. ഒരു ചെറിയ കുരിശ് അതിന് മുൻപിൽ വയ്ക്കണം. നമ്മൾ പറയുണ്ടായി, വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നിടത്ത് കർത്താവിൻ്റെ ശബ്ദമുണ്ട്, കർത്താവിൻ്റെ ശബ്ദമുള്ളിടത്ത് കർത്താവുണ്ട്. അപ്പോൾ എവിടെ വിശുദ്ധ ഗ്രന്ഥം വായിക്കപ്പെടുമോ, കേൾക്കപ്പെടുമോ, അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ തിരികത്തിക്കുക. വിശുദ്ധ കുർബാന കൊടുക്കുമ്പോഴും വിശുദ്ധ കുർബാന പടിഞ്ഞാട്ട് എഴുന്നള്ളിക്കുമ്പോഴും ഒക്കെ ആരാധിക്കുമ്പോഴും ഒക്കെ നമ്മൾ തിരികത്തിച്ച് വെക്കുന്നത് എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് വായിക്കുമ്പോഴും കുടുംബമായിട്ട് വായിക്കുമ്പോഴും സമൂഹത്തിൽ വായിക്കുമ്പോഴും തിരികത്തിച്ച് ലിഖിതം വായിക്കുന്നതിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. സാധാരണ ഒരു പുസ്തകം വായിക്കുന്ന പോലെയല്ല ഇത്. ദൈവത്തിൻ്റെ വചനമാണ്
ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ സന്നിഹിതമായിരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കും. ഒരു ഡിവൈൻ മിലിയു നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. 2 തിരി കത്തിച്ച് ഒരു കുരിശ് വെച്ച് വിശുദ്ധ ലിഖിതം പ്രതിഷ്ഠിച്ച് പരിശുദ്ധാത്മാവിനോട് ഒരു ഗാനം നമ്മൾ ആലപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കേൾക്കുന്ന വചനം നമ്മൾ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ നമ്മൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദൈവിക പശ്ചാത്തലം നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ വേദവായനയിലേക്ക് നമ്മൾ കടക്കുക. അത് വ്യക്തിപരമായും കുടുംബപരമായിട്ടും സമൂഹമായിട്ടും നടത്തുമ്പോഴും എല്ലാം ഇപ്രകാരമുള്ള ബൈബിൾ തുറന്നു വെച്ച് പ്രതിഷ്ഠിച്ച് നടത്തുന്നത് ഏറെ അനുഗ്രഹപ്രദമാണ്. ലക്ഷ്യോ ദിവ്യനായുടെ 6 ഘട്ടങ്ങളിൽ ഒന്നാമത്തെ ഘട്ടം അതാണ് ലക്ഷ്യോ, വായന, റീഡിങ്. വായിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുക എന്നും അതിനർത്ഥമുണ്ട്, ശ്രവിക്കുക. ഞാൻ വായിക്കുമ്പോഴാണ് എനിക്ക് ശ്രവിക്കാൻ സാധിക്കുക. അപ്പോൾ ഒന്നാമത്തേതാണ് റീഡിങ് ഓർ ഹിയറിങ്, വായന അല്ലെങ്കിൽ ശ്രവണം. ഞാൻ വിശുദ്ധ ഗ്രന്ഥം ഒരുക്കത്തോടെ വായിക്കുകയാണ്. അപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ ലിഖിതം നാം ഒരുക്കത്തോടെ ഒരു പശ്ചാത്തലമൊക്കെ ഒരുക്കി ദൈവം എന്നോട് സംസാരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ഞാൻ വിശുദ്ധ ലിഖിതം വായിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് വായിക്കുന്നതെങ്കിലും എനിക്ക് കേൾക്കാവുന്ന സ്വരത്തിലെങ്കിലും ഞാൻ വായിക്കണം. അത് ഇസ്രായേലെ കേൾക്കുക, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആ ശബ്ദത്തിൽ യേശു സാന്നിധ്യമുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ വിശുദ്ധ ലിഖിതം വായിക്കണം. വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറയുന്നു: നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ദൈവത്തോട് സംസാരിക്കും, എന്നാൽ നീ വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കും. അപ്പോൾ വിശുദ്ധ ലിഖിതം നാം വായിക്കുമ്പോൾ ദൈവം എന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ലിഖിതം എന്നത് മണവാളൻ മണവാട്ടിക്കെഴുതിയ സ്നേഹകത്താണ്. മണവാളൻ മണവാട്ടിക്കെഴുതിയ പ്രേമലേഖനമാണ്. അപ്പോൾ വിശുദ്ധ ലിഖിതത്തിലെ ഓരോ വാക്കും മണവാളൻ മണവാട്ടിയായ സഭയ്ക്ക് എഴുതിയിരിക്കുന്ന സ്നേഹത്തിൻ്റെ വാക്കുകളാണ്. ആ ഒരു സ്നേഹത്തോടും വൈകാരികതയോടും കൂടെ വേണം നമ്മൾ വിശുദ്ധ ലിഖിതം വായിക്കാൻ. അപ്പോൾ വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം, ആ ദൈവം നേരിട്ട് എന്നോട് സംസാരിക്കുന്നു, മണവാളൻ മണവാട്ടിയോട് സംസാരിക്കുന്നു. ആ ഒരു വൈകാരികതയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിശുദ്ധ ലിഖിതത്തെ കാണാൻ സാധിക്കുമ്പോൾ അത് വലിയ അഭിഷേകമുള്ളതായിത്തീരും. ഉദാഹരണം പറഞ്ഞാൽ 1970-കളിലൊക്കെ ഗൾഫ് നമുക്ക് ജോലിക്ക് സാധ്യതയേറി വന്ന ഒരു കാലഘട്ടം. അന്ന് വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താക്കന്മാർ ഭാര്യമാരെ ഒരാഴ്ച, 1 മാസമോ 2 മാസമോ കഴിഞ്ഞ് അവരെ നാട്ടിൽ നിർത്തിയിട്ട് ഭർത്താക്കന്മാർ ഗൾഫിലേക്ക് പോകും. അന്ന് ഫോണില്ല, ഇൻ്റർനെറ്റില്ല, യാതൊരു സംവിധാനവുമില്ല. ആകപ്പാടെ നമുക്ക് സംവദിക്കാനുള്ള ഏക മാർഗം എഴുത്താണ്. അപ്പോൾ പോസ്റ്റ്മാൻ വരുമ്പോൾ ഓരോ പ്രാവശ്യവും ഈ സ്ത്രീ നോക്കും, ഭർത്താവ് ഗൾഫിൽ നിന്നും കത്തയക്കുന്നുണ്ടോ, കത്ത് വരുന്നുണ്ടോ. എയർമെയിൽ കാണുമ്പോൾ, ചുമലയും നീലയുമുള്ള കളറുള്ള എയർമെയിൽ കാണുമ്പോൾ അവിടെ ചങ്കിലൊരു പിടപ്പുണ്ട്. അവൾ ഓടിച്ചെന്ന് ആ കത്ത് വാങ്ങിച്ച് മുറിയിൽ പോയി എത്ര സ്നേഹത്തോടെയാണ് വായിക്കുക, എത്ര ആവേശത്തോടെയാണ് വായിക്കുക, എത്ര പ്രാവശ്യം, ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യമുള്ളത് വായിക്കും. എന്നാൽ നിങ്ങളുടെ വീടിൻ്റെ കരമടയ്ക്കാനോ വസ്തുവിൻ്റെ കരമടയ്ക്കാനോ സാധിക്കാതെ പോയാൽ ജില്ലാ ഓഫീസിൽ നിന്നും വസ്തുവിൻ്റെ കരമടയ്ക്കാനുള്ള രസീത് കൊണ്ട് തരികയാണെങ്കിൽ നമ്മളത് എത്ര പ്രാവശ്യം വായിക്കും? അതിനോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കും? ഒരുപക്ഷെ ചിലരൊക്കെ വിശുദ്ധ ലിഖിതം വായിക്കുന്നതും വിശുദ്ധ ലിഖിതം കയ്യിലെടുക്കുന്നതുമൊക്കെ ഇപ്രകാരമുള്ള മനോഭാവത്തോടെയാണ് എന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വിശുദ്ധ ലിഖിതത്തോട് ഒരു സ്നേഹത്തിൻ്റെ ഭാഷ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടണം. അത് മണവാളൻ മണവാട്ടിക്ക് വേണ്ടി എഴുതിയ സ്നേഹകത്താണ് എന്നുള്ള വലിയൊരു ആത്മീയ വികാരത്തിൽ വായിക്കുമ്പോൾ അതിന് വലിയ അർത്ഥതലമുണ്ടാകും. അപ്പോൾ വിശുദ്ധ ലിഖിതം നാം വായിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ
കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഞാൻ വായിക്കുമ്പോൾ നാം ആദ്യം പറഞ്ഞതുപോലെ ആ ലിഖിതം കൂദാശിയായിത്തീരും. വിശുദ്ധ ലിഖിതം നമ്മുടെ വീട്ടിലോ പള്ളിയിലോ എവിടെയെങ്കിലും 100 വർഷം അടഞ്ഞോ തുറന്നോ ഇരുന്നതിൻ്റെ പേരിൽ അതിന് ജീവനുണ്ടാകത്തില്ല. അത് വായിക്കുമ്പോഴാണ്, ശ്രവിക്കുമ്പോഴാണ് അതിന് ജീവനുണ്ടാകുന്നത്, അത് കൂദാശയായിത്തീരുന്നത്. അപ്പോൾ വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ കർത്താവിനോടൊപ്പമുണ്ട് എന്നുള്ള ആ ബോധ്യത്തിൽ നമ്മൾ വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ അത് വലിയ അഭിഷേകമുള്ള യാഥാർത്ഥ്യമായി തീരും. വിശുദ്ധ ലിഖിതം വായിക്കുന്നതിനെ വചനം ഭക്ഷിക്കുക എന്ന് പഴയ നിയമത്തിൽ മനസ്സിലാക്കിയിരുന്നു. എസെക്കിയേൽ 3:3 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു, എൻ്റെ വായിലത് തേൻ പോലെ മധുരിച്ചു. ഞാനത് ഭക്ഷിച്ചു, അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. ദൈവത്തിൻ്റെ വചനം മാധുര്യമുള്ളതാണ്, ഭക്ഷിക്കുന്നതാണ് എന്ന രീതിയിൽ പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 119, 103 ഇപ്രകാരം നാം വായിക്കുന്നു: അങ്ങയുടെ വാക്കുകൾ എനിക്കെത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. അങ്ങയുടെ വാക്കുകൾ എനിക്കെത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ ആ ഒരു മാധുര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ മാധുര്യത്തോടുകൂടി വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ അത് വലിയ ആനന്ദം, സന്തോഷം, സംതൃപ്തി നമുക്ക് നൽകും. എപ്രകാരമാണ് വിശുദ്ധ ലിഖിതം നമ്മൾ വായിക്കേണ്ടത്, ശ്രവിക്കേണ്ടത്? ബാലനായ സമൂവേൽ ഏലി പുരോഹിതൻ്റെ കൂടെ താമസിക്കുമ്പോൾ സമൂവേൽ രാത്രി ഒരു സ്വരം കേട്ടു: സമൂവേൽ, സമൂവേൽ. സമൂവേൽ വിചാരിച്ചു ഏലി വിളിക്കുന്നതായിരിക്കും. ബാലൻ എഴുന്നേറ്റ് പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു: എന്നെ വിളിച്ചോ? അപ്പോൾ പുരോഹിതൻ പറഞ്ഞു: മകനെ, ഞാൻ വിളിച്ചില്ല, നീ പോയി ഉറങ്ങിക്കൊള്ളുക. വീണ്ടും അവൻ വിളി കേട്ടു. വീണ്ടും സാമുവേൽ എഴുന്നേറ്റ് പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു: എന്നെ വിളിച്ചോ? അപ്പോൾ പുരോഹിതൻ മനസ്സിലായി അത് ദൈവമാണ് സാമുവേലിനെ വിളിക്കുന്നത്. അപ്പോൾ പുരോഹിതൻ സാമുവേലിനോട് പറഞ്ഞു: ഇനിയും വിളി കേട്ടാൽ ഇപ്രകാരം നീ പറയണം: കർത്താവേ, അരുളി ചെയ്താലും ദാസനിത ശ്രവിക്കുന്നു. അപ്പോൾ ബാലനായ സമൂവേലിനെ പോലെ, കൊച്ചു സാമുവേലിനെ പോലെ, കർത്താവെ അരുളി ചെയ്താലും ദാസനിത ശ്രവിക്കുന്നു. സമൂവേൽ 3:9 നാം വായിക്കുന്നു. ആ മനോഭാവത്തോടുകൂടി കർത്താവെ അരുളി ചെയ്താലും ദാസനിത ശ്രവിക്കുന്നു, ആ ബോധ്യത്തോടുകൂടി കർത്താവിനെ കേൾക്കാൻ, ആ ബോധ്യത്തോട് വേണം നമ്മൾ ലിഖിതം വായിക്കാൻ. രണ്ടാമതായിട്ട്, ബഥാനിയയിലെ കർത്താവ് കടന്നു ചെന്നപ്പോൾ ബഥാനിയയിലെ മേരി കർത്താവിൻ്റെ പാദാന്തികത്തിലിരുന്ന് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി വചനം കേട്ടു. യേശുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ വചനം ശ്രവിച്ചു. ലൂക്ക 10:39. അപ്പോൾ നാം വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ കർത്താവിൻ്റെ പാദാന്തികത്തിലാണ് ഇരിക്കുന്നതെന്നും അവൻ്റെ മുഖത്തേക്ക് നോക്കി ആ വചനം ശ്രവിക്കുന്നുള്ള ബോധ്യത്തിൽ ബഥാനിയയിലെ മേരിയെപ്പോലെ കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രവിക്കാം. മൂന്നാമതായിട്ട്, പരിശുദ്ധ അമ്മ എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നാം വായിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയെപ്പോലെ നാമും കേൾക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ലൂക്ക 12:51 നാം അത് വായിക്കുന്നുണ്ട്. അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ വളരെ ശ്രദ്ധയോടും ഒരുക്കത്തോടും കൂടി വേണം നമ്മൾ വിശുദ്ധ ലിഖിതം വായിക്കാൻ. ഒന്നാമത്തെ ഭാഗം അതാണ് വായന. വായന എന്ന് പറയുമ്പോൾ അത് ശ്രവണം കൂടിയാണ്. ഒന്നാമത്തെ വായന അല്ലെങ്കിൽ ശ്രവണം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഭാഷയാണ്. നമ്മൾ വായിക്കുന്നത് വാ കൊണ്ടാണ്, കേൾക്കുന്നത് ചെവി കൊണ്ടാണ്. അത് ശരീരത്തിൻ്റെ ഭാഷയാണ് ഈ വായന അല്ലെങ്കിൽ ശ്രവണം എന്ന് പറയും. അപ്പോൾ ലക്ഷദ്വീപിനായുടെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് റീഡിങ്, വായന അല്ലെങ്കിൽ ഹിയറിങ്, ശ്രവണം. ലക്ഷദ്വീപിനായുടെ രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് വിചിന്തനം, റിഫ്ലക്ഷൻ. ഞാൻ വായിച്ചതും കേട്ടതും വിചിന്തനത്തിന് വിധേയമാക്കണം. ഇത് ബുദ്ധിയുടെയും മനസ്സിൻ്റെയും പ്രവൃത്തിയാണ്. വിചിന്തനം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയുടെ, മനസ്സിൻ്റെ പ്രവൃത്തിയാണ്. വേദവായന ഞാൻ തനിച്ചാണ് നടത്തുന്നതെങ്കിൽ
ഞാൻ ഒരു പ്രാവശ്യം സാവകാശം ഈ വേദഭാഗം വായിച്ചു കഴിഞ്ഞ് ഇനി പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. വീണ്ടും പ്രാർത്ഥനയോടെ വീണ്ടും ആ ഭാഗം വീണ്ടും സാവകാശം പ്രാർത്ഥനയോടെ വായിക്കണം. കർത്താവെ, അരുളി ചെയ്താലും ദാസനെ ശ്രവിക്കുന്നു. കർത്താവെ, നിൻ്റെ സന്നിധിയിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്നോട് നീ സംസാരിക്കണമേ. ആ പ്രാർത്ഥനയോടുകൂടി എളിമയോടെ പ്രാർത്ഥനയോടെ നമ്മൾ വീണ്ടും വീണ്ടും വായിച്ച വേദഭാഗം സാവകാശം നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില ചിന്തകൾ രൂപപ്പെടും. ചില ചിന്തകൾ നമ്മളെ സ്വാധീനിക്കാം. ചിലപ്പോൾ അതെൻ്റെ ജീവിതത്തെ കുറ്റപ്പെടുത്തുന്നതായിരിക്കും. ചിലപ്പോൾ എന്നെ പശ്ചാത്താപത്തിലേക്കും അനുതാപത്തിലേക്കും നയിക്കുന്നതായിരിക്കും. ചിലപ്പോൾ എൻ്റെ കഴിവില്ലായ്മയെയും പരിമിതികളെയും ബോധ്യപ്പെടുത്തുന്നതായിരിക്കും. ചിലപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും മാറി നടന്ന നിമിഷങ്ങളെ എന്നെ ഓർമ്മിപ്പിക്കും. ചിലപ്പോഴൊക്കെ ദൈവം ഒന്നുമില്ലായ്മയിൽ എന്നെ വഴി നടത്തിയ ചില നിമിഷങ്ങളെ ഓർമ്മിപ്പിക്കും. ചിലപ്പോഴൊക്കെ പുതിയ പ്രത്യാശ നൽകി എൻ്റെ മനസ്സിൽ പ്രകാശം പരത്തും. അങ്ങനെ വിവിധ ചിന്തകൾ എൻ്റെ ഉള്ളിൽ ദൈവം രൂപപ്പെടുത്തും. അതാണ് വിചിന്തനം. അപ്പം ഓരോ വേദഭാഗവും ഓരോ വാക്യവും വ്യക്തിപരമായി എന്നോട് എന്താണ് പറയുന്നതെന്ന് ഞാൻ ദൈവസന്നിധിയിൽ വിചിന്തനം ചെയ്യുകയാണ്. ഈ വേദഭാഗം എന്നോട് ഇന്ന് ഇപ്പോൾ എന്താണ് വ്യക്തിപരമായി പറയുക എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ടതാണ്. വിശുദ്ധ ലിഖിതത്തിൻ്റെ വിചിന്തനം എപ്രകാരം നടത്തണം എന്നതിനെക്കുറിച്ചാണ് നാം പഠിക്കുക. വിശുദ്ധ ലിഖിതം വായിച്ചു കഴിയുമ്പോൾ വിശുദ്ധ ലിഖിതത്തിലെ ചില ചിന്തകൾ നമ്മുടെ മനസ്സിനെ സ്പർശിക്കും. ചിലപ്പോൾ അത് നമ്മെ കുറ്റപ്പെടുത്തും. നീ ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, നിൻ്റെ വഴികൾ ശരിയല്ല, നിൻ്റെ സംസാരം ശരിയല്ല, നിൻ്റെ നോട്ടം ശരിയല്ല, നിൻ്റെ മനോഭാവം ശരിയല്ല. അപ്പോൾ ദൈവം നമ്മെ കുറ്റപ്പെടുത്തും. അത് നമ്മെ പശ്ചാത്താപത്തിലേക്കും അനുതാപത്തിലേക്കും നയിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അനുതാപത്തിൻ്റെ ചിന്ത രൂപപ്പെടും. വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ ചില ചിന്തകൾ നമ്മെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും. നമുക്ക് നന്നായി ജീവിക്കാൻ സാധിച്ചതിനെക്കുറിച്ച് നമുക്ക് ബോധ്യം തരും. ദൈവം തന്ന അനുഗ്രഹങ്ങളെ ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തും. അപ്പോൾ നന്ദിയുടെ ചിന്ത നമ്മുടെ ഉള്ളിൽ ശക്തമാകും. ദൈവം തന്ന കൃപകളെ ഓർത്ത്, ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയുടേതായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടും. മൂന്നാമതായിട്ട് വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ നമ്മുടെ പരിമിതികളെക്കുറിച്ചും കഴിവില്ലായ്മയെക്കുറിച്ചും ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തും. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ഇടപെടലില്ലാതെ, ദൈവത്തിൻ്റെ കൃപയില്ലാതെ, ശക്തിയില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള ബോധ്യമായി കഴിയുമ്പോൾ യാചനയുടെ ചിന്ത എൻ്റെ ഉള്ളിൽ രൂപപ്പെടും. അപേക്ഷയുടെ ചിന്ത എൻ്റെ ഉള്ളിൽ രൂപപ്പെടും. നാലാമതായിട്ട് ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചുമൊക്കെ നമുക്ക് ബോധ്യം വരുമ്പോൾ സ്തുതിപ്പിൻ്റെയും ആരാധനയുടെയും സ്തോത്രത്തിൻ്റെയും ചിന്തകൾ എൻ്റെ ഉള്ളിൽ രൂപപ്പെടും. അപ്പോൾ 4 രീതിയിൽ വിചിന്തനത്തിനകത്ത് ചിന്തകൾ രൂപപ്പെടും. അനുതാപത്തിൻ്റെ ചിന്ത, നന്ദിയുടെ ചിന്ത, യാചനയുടെയും അപേക്ഷയുടെയും ചിന്തകൾ, അതുപോലെ തന്നെ ആരാധനയുടെയും സ്തുതിപ്പിൻ്റെയും ചിന്തകൾ. ഇപ്രകാരം ഒരു കാര്യം കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു കരിസ്മാറ്റിക് ധ്യാനത്തിന് ഒരുത്തന് വെള്ളമടിച്ചു പോയി. അവന് വെള്ളമടിച്ച് പൂസായിട്ടാണ് പോയത്. ധ്യാനം തുടങ്ങി, ധ്യാനം അങ്ങോട്ട് ശക്തമായി വന്ന സമയത്ത് അവൻ മദ്യത്തിൻ്റെ ലഹരിയിൽ അവനങ്ങ് ഉറങ്ങിപ്പോയി. അവൻ അല്പം ബോധം വീണ് കണ്ണു തുറന്നപ്പോൾ ധ്യാനഗുരു പറഞ്ഞു, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാർക്കാർക്ക് എഴുതിയ ലേഖനം അവനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൻ അല്പനേരമൊക്കെ ഒന്ന് നോക്കിയിട്ട് അരിച്ചപ്പെട്ടവൻ വീണ്ടും അങ്ങ് ഇരുന്നു. കുറേ കഴിഞ്ഞ് അവൻ വീണ്ടും കണ്ണു തുറന്നപ്പോൾ ധ്യാനഗുരു പറഞ്ഞു, വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം
അവനങ്ങോട്ട് അരിശപ്പെട്ടിട്ട് അവൻ ചാടി എഴുന്നേറ്റ്. പിന്നെ അവനങ്ങ് ഇരുന്നു, അച്ഛനില്ലയോ എന്നൊക്കെ വിചാരിച്ച്. വീണ്ടും അവന് മയക്കത്തിലായി. വീണ്ടും അവൻ കണ്ണു തുറന്നപ്പോൾ ധ്യാനഗുരു പറഞ്ഞു, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം. അപ്പത്തേക്ക് അവൻ ആകെ വയലൻ്റായി. അവൻ ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, അച്ഛാ പൗലോസ്ലീഹ ഇന്ത്യക്കാർക്ക് വല്ലതും എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവൻ വെള്ളത്തിൻ്റെ നിറവിലാണ് ഇരുന്നു എങ്കിലും അവൻ ചോദിച്ചതിലൊരു യുക്തിയുണ്ട്. അച്ഛാ പൗലോസ്ലീഹ റോമാക്കാർക്കും ഗലാത്യക്കാർക്കും കോറിന്തോസുകാർക്കും എഴുതിയിട്ട് എനിക്കെന്നാ കാര്യം? ഇന്ത്യക്കാർക്ക്, കേരളക്കാർക്ക് എനിക്ക് വല്ലതും പൗലോസ്ലീഹ എഴുതിയിട്ടുണ്ടോ? പൗലോസ്ലീഹ എനിക്ക് വല്ലതും എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് അർത്ഥമുള്ളതായി തീരത്തുള്ളൂ. അവൻ മദ്യത്തിൻ്റെ ലഹരിയിലായിരുന്നു എങ്കിലും അവൻ്റെ ഉള്ളിലൊരു ബോധ്യമുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി എന്തെങ്കിലും പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലിഖിതം വായിക്കുമ്പോൾ അതിലെ ഓരോ വചനവും ഓരോ വാക്യവും എനിക്ക് വേണ്ടി എഴുതിയതാണ്, എന്നോട് സംസാരിക്കുന്നതാണ് എന്ന ബോധ്യത്തിൽ വായിക്കുമ്പോഴാണ് ലിഖിതം നമുക്ക് അർത്ഥം തരുന്നത്, അഭിഷേകം തരുന്നത്. നമ്മൾ സമൂഹമായിട്ടാണ് നടത്തുന്നതെങ്കിൽ വേദവായനയ്ക്ക് ശേഷം 1-ാം ഭാഗത്തിന് ശേഷം വിചിന്തനത്തിൻ്റെ ഭാഗത്ത് ലീഡറായിട്ടുള്ള ആൾ ഒരു വിചിന്തനം പറയും. അങ്ങനെ വിചിന്തനം പറയുമ്പോൾ നമ്മെ സ്വാധീനിക്കുന്ന, നമ്മളെ സ്പർശിക്കുന്ന ഏതെങ്കിലും ഒരു ചിന്ത നമ്മൾ മനസ്സിൽ രൂപപ്പെടുത്തി നമ്മൾ ആ ഭാഗം വിചിന്തനത്തിനായിട്ട് കൂടുതൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്രൂപ്പിലാണെങ്കിൽ വിചിന്തനം പറയുന്ന ആൾ പറയുന്ന വിചിന്തനം നമുക്കൊരു പക്ഷേ കുറേ കൂടെ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുകയും അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുകയും ചെയ്യും. അങ്ങനെ വിചിന്തനം നടത്തിയത് സമൂഹത്തിൽ നമ്മൾ പങ്കുവയ്ക്കണം. ഗ്രൂപ്പിലാണെങ്കിൽ വിചിന്തനം ഓരോ വ്യക്തിയും അത് വിചിന്തനം ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഈ വേദഭാഗം വായിച്ചപ്പോൾ എന്നെ സ്പർശിച്ച ചിന്ത ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വ്യക്തിയും, ഗ്രൂപ്പിലെ ഓരോ വ്യക്തിയും ആ ഭാഗം പരസ്യമായിട്ട് ആ വിചിന്തനം പറയണം. ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ദൈവാത്മാവ് പ്രതികരിക്കുന്ന വ്യത്യസ്ത രീതിയിലായിരിക്കും. ഓരോ വചനവും ഓരോരുത്തരെ സ്വാധീനിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. അപ്പോൾ എല്ലാവരും, ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവരും ആ കേട്ട വചനം എന്നോടെന്താണ് പറയുന്നതെന്ന് വിചിന്തനം ചെയ്ത് പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവർക്കും അത് വലിയ അഭിഷേകമുള്ളതായി തീരും. രണ്ടാമത്തേതാണ് നമ്മളിപ്പം കേട്ടത് വിചിന്തനം. ലക്ഷദ്വീപിനായുടെ 3-ാമത്തെ തലം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഞാൻ വായിച്ചത്, ശ്രവിച്ചത്, വിചിന്തനം നടത്തിയത് എൻ്റെ ഉള്ളിൽ വ്യത്യസ്തങ്ങളായ വികാരങ്ങൾ ഉണർത്തും. ആ വികാരങ്ങൾ പ്രാർത്ഥനയായിട്ട് ദൈവസന്നിധിയിലേക്ക് നാം ഉയർത്തുകയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്. ഹൃദയത്തിൽ നിന്നാണ് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥന ഉയരുക. പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നും വിചാരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയരുന്നതാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നിൽ നിന്നും എൻ്റെ വിചാരങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ഉയരും. ദൈവം താഴേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഞാനും ദൈവവും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്ന നിമിഷമാണ്, ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന നിമിഷമാണ് പ്രാർത്ഥന എന്ന് പറയുക. അപ്പോൾ ശരിയായ വിചിന്തനം നടന്നെങ്കിൽ മാത്രമേ ശരിയായ പ്രാർത്ഥനകൾ രൂപപ്പെടുകയുള്ളൂ. അപ്പോൾ വിചിന്തനത്തിനകത്ത് വന്ന ചിന്തകൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായ പ്രാർത്ഥന രൂപപ്പെടാം. ചിലപ്പോൾ അനുതാപത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ ചിന്തകളിൽ നിന്നും അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്ന് ഉയരും. ചിലപ്പോൾ ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയുടെ വികാരങ്ങൾ ശക്തിപ്പെടുമ്പോൾ നന്ദിയുടെ പ്രകടനങ്ങൾ, നന്ദിയുടെ പ്രാർത്ഥന ഹൃദയത്തിൽ രൂപപ്പെടും. ചിലപ്പോൾ എൻ്റെ പരിമിതികളെക്കുറിച്ചും കുറവുകളെക്കുറിച്ചും കഴിവില്ലായ്മയെക്കുറിച്ചും ഒക്കെ എനിക്ക് ബോധ്യപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്നും കൂടുതൽ കൃപയില്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടലില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ബോധ്യത്തിൽ, തിരിച്ചറിവിൽ എന്നിൽ നിന്നും അപേക്ഷയുടെ ചിന്തകൾ ശക്തിപ്പെടുമ്പോൾ അപേക്ഷയുടെ പ്രാർത്ഥനകൾ എന്നിൽ നിന്നും രൂപപ്പെടും. നാലാമതായിട്ട് ദൈവത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ, വിചിന്തനം ചെയ്യുമ്പോൾ ആ ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിന് മുമ്പിൽ, മഹാകാരുണ്യത്തിന് മുമ്പിൽ, മഹാദയയുടെ മുൻപിൽ, അവിടുന്ന് ചെയ്ത വലിയ കൃപകളുടെ മുൻപിൽ ആ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെയുള്ള ചിന്തകൾ എൻ്റെ ഉള്ളിൽ രൂപപ്പെടും. അത് പ്രാർത്ഥനയായിട്ട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടും. അപ്പം 4 രീതിയിൽ പ്രാർത്ഥനകൾ രൂപപ്പെടും. ഒന്നാമതായിട്ട് പശ്ചാത്താപത്തിൻ്റെ പ്രാർത്ഥന, രണ്ടാമതായിട്ട്
നന്ദിയുടെ പ്രാർത്ഥന, മൂന്നാമതായിട്ട് അപേക്ഷയുടെ പ്രാർത്ഥന, നാലാമതായിട്ട് ആരാധനയുടെയും സ്തുതിപ്പിൻ്റെയും സ്തോത്രത്തിൻ്റെയും പ്രാർത്ഥന. വിശുദ്ധലിഖിതത്തിൻ്റെ വിശുദ്ധ വായനയുടെ നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് പൂർണ്ണ ധ്യാനം. നാം ആദ്യം വിശുദ്ധലിഖിതം വായിക്കുന്ന കാര്യം പറഞ്ഞു, രണ്ടാമത് വിചിന്തനം ചെയ്യുന്ന കാര്യം പറഞ്ഞു, മൂന്നാമത് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞു. നാലാമത്തേതാണ് പൂർണ്ണ ധ്യാനം, കോണ്ടംപ്ലേഷൻ. ഞാൻ വായിച്ചതും ശ്രവിച്ചതും വിചിന്തനം ചെയ്തതും പ്രാർത്ഥിച്ചതുമായ വചനം എൻ്റെ ധ്യാനത്തിൻ്റെ ഭാഗമാകണം. ഇത് ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്, ആത്മാവിൻ്റെ ഭാഷയാണ്. എൻ്റെ ആത്മാവ് ദൈവാത്മാവിനോട് സംവദിക്കുന്ന സമയമാണ്. അവിടെ ശബ്ദമില്ല, സ്വരമില്ല, നിശബ്ദതയാണ്. ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ നിന്നും നെടുവീർപ്പുകൾ ദൈവത്തിലേക്ക് ഉയരും. അങ്ങനെ എൻ്റെ ആത്മാവും ദൈവാത്മാവും തമ്മിൽ ഒരു സംവദനം നടക്കും. ആ സമയങ്ങളിലാണ് ചിലപ്പോഴൊക്കെ അന്യഭാഷ സംസാരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ലിഖിതത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആത്മാവ് ദൈവാത്മാവിനോട് സംവദിക്കുന്ന ഭാഷ മൂന്നാമതൊരാൾക്ക് മനസ്സിലാകണമെന്നില്ല. അത് ആത്മാവിൻ്റെ ഭാഷയാണ്, ദൈവത്തിൻ്റെ ഭാഷയാണ്. അങ്ങനെ നാം വായിച്ചതും ശ്രവിച്ചതും വിചിന്തനം ചെയ്തതും പ്രാർത്ഥിച്ചതും ശാന്തമായി സ്വസ്ഥമായി ദൈവസന്നിധിയിൽ ധ്യാനമായിട്ട് പൂർണ്ണ ധ്യാനമായി ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോൾ ആത്മാവിൽ നിന്നും ഉയരുന്ന നെടുവീർപ്പുകളാണ് ഒരുപക്ഷെ ചില ശബ്ദങ്ങളായിട്ട് സ്വരങ്ങളായിട്ടൊക്കെ പുറത്തു വരുന്ന അന്യഭാഷ എന്ന് പറയുക. ഒരുപക്ഷെ നമുക്ക് ഈ നാലാം ഭാഗം പൂർണ്ണ ധ്യാനം ഒരു സമൂഹത്തിൽ വെച്ച് നടത്തുക അത്ര എളുപ്പമല്ല. ഞാൻ ഒറ്റയ്ക്ക് വ്യക്തിപരമായി ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വിശുദ്ധ വായന നടത്തുമ്പോൾ ഈ നാലാമത്തെ ഭാഗം പൂർണ്ണ ധ്യാനം നമുക്ക് അനുഗ്രഹപ്രദമായിട്ട് നടത്താനായിട്ട് സാധിക്കും. സാവകാശം സ്വസ്ഥമായി നമ്മുടെ ദൈവസന്നിധിയിൽ നമുക്ക് നിമിഷങ്ങൾ അങ്ങനെ പ്രാർത്ഥനയിൽ ധ്യാനത്തിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിലേക്ക് അലിഞ്ഞു ചേരുന്നതിനായിട്ട് പൂർണ്ണ ധ്യാനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ 4 കാര്യങ്ങളാണ് ഇതുവരെ പഠിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വിശുദ്ധ വായന. ഒന്നാമത്തേത് വായന, രണ്ടാമത്തേത് വിചിന്തനം, മൂന്നാമത്തേത് പ്രാർത്ഥന, നാലാമത്തേത് പൂർണ്ണ ധ്യാനം. ഈ 4 ഭാഗങ്ങളാണ് 3-ാം നൂറ്റാണ്ടിൽ ഒരിജിൻ എന്ന് പറയുന്ന സഭാപിതാവ് ലെക്സ്യോ ദിവീന എന്ന പേരിൽ വേദപുസ്തകത്തിൻ്റെ വിശുദ്ധ വായനയ്ക്കായിട്ട് പരിചയപ്പെടുത്തിയ മാർഗം. ഇതിനെയാണ് ലെക്സ്യോ ദിവീന എന്ന് പൊതുവെ നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ പരമ്പരാഗതമായ ഈ 4 തലങ്ങളുടെ കൂടെ ഒരു കാര്യം കൂടി ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. മാർപ്പാപ്പ പറയുന്നു, വേദപുസ്തകം വായിക്കാനും കേൾക്കാനും വിചിന്തനം ചെയ്യാനും പ്രാർത്ഥിക്കാനും പൂർണ്ണ ധ്യാനത്തിലെത്താനും ഒക്കെ വളരെ എളുപ്പമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 5-ാമത്തേത് എന്നും പറഞ്ഞ് മാർപ്പാപ്പ കൂട്ടിച്ചേർത്താണ് പ്രവൃത്തി, ആക്ഷൻ. ഞാൻ വായിച്ച വേദഭാഗം, ധ്യാനിച്ച വേദഭാഗം പ്രവൃത്തിയിലേക്ക് നയിക്കപ്പെടണം. അത് കോസ്റ്റ്ലിയാണ്, വില കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ വായിച്ചതും ധ്യാനിച്ചതും എൻ്റെ പ്രവൃത്തിയുടെ ഭാഗമാകുന്നില്ലെങ്കിൽ എൻ്റെ വേദവായനയും ധ്യാനമെല്ലാം അർത്ഥമില്ലാത്ത കാര്യങ്ങളായിത്തീരും. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ 2:17 ഇപ്രകാരം പറയുന്നു, പ്രവൃത്തി കൂടാത്ത വിശ്വാസം ജീവനില്ലാത്തതാണ്. അതുകൊണ്ട് മാർപ്പാപ്പ കൂട്ടിച്ചേർത്ത 5-ാമത്തെ ഈ പ്രവൃത്തി എന്നുള്ള ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ വായിച്ചതും വിചിന്തനം ചെയ്തതും ധ്യാനിച്ചതും പ്രാർത്ഥിച്ചതുമെല്ലാം എൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായി തീരണം. വേദവായന കഴിഞ്ഞ് അനുദിന ജീവിതത്തിൽ നടക്കേണ്ടതാണ് ഈ പ്രവൃത്തി. ഞാൻ വായിച്ച ഈ വേദഭാഗം അനുദിന ജീവിതത്തിൽ പ്രവൃത്തികളായി രൂപാന്തരപ്പെടുമ്പോൾ അത് വലിയ അഭിഷേകമുള്ളതും അനുഗ്രഹമുള്ളതുമായി തീരും. ലെക്സ്യോ ദിവീനായുടെ വിശുദ്ധ ലിഖിതത്തിൻ്റെ വിശുദ്ധ വായനയുടെ 5 ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. 6-ാമത്തേതാണ് സാക്ഷ്യം അല്ലെങ്കിൽ വിറ്റ്നസ്സിങ്. ആദ്യത്തെ 4 ഭാഗങ്ങൾ നമ്മൾ ഒരു കൂട്ടായ്മയിൽ അല്ലെങ്കിൽ തനിച്ച് നമുക്ക് നടത്താൻ സാധിക്കും. 5-ാമത്തേത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പ്രവൃത്തികളിലൂടെ ചെയ്യേണ്ട കാര്യമാണ്. 6-ാമത്തേത് വീണ്ടും നാം ഇപ്രകാരം പ്രാർത്ഥനയ്ക്കായിട്ട് ലെക്സ്യോ ദിവീനയ്ക്കായിട്ട്
ഒന്നിച്ച് വരുമ്പോൾ നടത്തേണ്ട കാര്യമാണ്. അതാണ് സാക്ഷ്യം പറച്ചിൽ. നമ്മൾ ലക്ഷദ്വീപിനായിക്ക് വീണ്ടും ഒന്നിച്ചു കൂടുമ്പോൾ, അല്ലെ പ്രാർത്ഥനായോഗത്തിന് നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ, നമ്മൾ ഒരു പശ്ചാത്തലം ഒരുക്കുന്ന കാര്യം പറഞ്ഞു. ആത്മീയ പശ്ചാത്തലം ഒരുക്കി വിശുദ്ധ ലിഖിതം പ്രതിഷ്ഠിച്ച് തിരി കത്തിച്ച് പരിശുദ്ധാത്മാവുള്ള ഗാനമൊക്കെ ആലപിച്ച് ഒരു ദൈവിക പശ്ചാത്തലമൊക്കെ രൂപീകരിച്ചതിന് ശേഷം നയിക്കുന്ന ആൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ച വേദഭാഗം എന്തായിരുന്നുവെന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ആ വേദഭാഗം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും കൂടുന്നതെങ്കിൽ കഴിഞ്ഞ വേദഭാഗം ഈ ഒരാഴ്ച കൊണ്ട് നമുക്കെങ്ങനെ ജീവിക്കാൻ സാധിച്ചു എന്ന് ഓരോ വ്യക്തിയും അവരവരുടെ സാക്ഷ്യം ഈ കൂട്ടായ്മയിൽ ഏറ്റുപറയുകയാണ്. കഴിഞ്ഞ വേദവായനയ്ക്ക് ശേഷം ഈ വചനം എൻ്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചു, എൻ്റെ മനോഭാവത്തെ, എൻ്റെ പ്രവൃത്തികളെ, എൻ്റെ പ്രതികരണങ്ങളെ എത്രമാത്രം സ്വാധീനിച്ചു, ഈ വേദഭാഗം അനുസരിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കാലം എനിക്ക് ജീവിക്കാൻ സാധിച്ചു, കഴിഞ്ഞ ഈ വേദവായനയ്ക്ക് ശേഷം ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായ ഇടപെട്ട നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ സാക്ഷ്യമായിട്ട് പറയേണ്ടത്. കഴിഞ്ഞ വേദവായനയ്ക്ക് ശേഷം നടന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചർച്ചാ വിഷയമാകുന്നുള്ളൂ. അതിന് മുൻപുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞു പോയാൽ ഒത്തിരി സമയം ദീർഘിക്കും. 2-3 വാചകത്തിൽ ഏറ്റവും ചുരുക്കി വേണം ഓരോ വ്യക്തിയും ഇത് പറയുവാൻ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ സാക്ഷ്യം പറച്ചിൽ അവസാനിപ്പിക്കേണ്ടതുമാണ്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെട്ടത് ഓരോരുത്തരും അവിടെ പങ്കുവയ്ക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അത് വലിയ അഭിഷേകമായി തീരും. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെട്ട നിമിഷങ്ങളെ അവർ അനുഭവിച്ച് ഏറ്റുപറയുമ്പോൾ മറ്റുള്ളവർക്കും അത് വലിയ അനുഭവമായിട്ട് തീരും. ലക്ഷദ്വീപിനായുടെ 6ാമത്തെ ഈ സാക്ഷ്യത്തിൻ്റെ ഈ ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാണ് നമ്മൾ കൂടുതൽ അഭിഷേകം നൽകുന്നതും കൂടുതൽ നമ്മെ ബലപ്പെടുത്തുന്നതും. അപ്പോൾ ഈ 6 രീതിയിൽ നമുക്ക് വിശുദ്ധ ലിഖിതം വായിക്കാനായിട്ട് സാധിക്കും. ഈ പ്രക്രിയയിൽ ഒരു വ്യക്തി 3 പ്രാവശ്യം വ്യക്തിപരമായി പ്രതികരിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് വിചിന്തനം പറയാനായിട്ട് ഒരു വ്യക്തി സംസാരിക്കും. രണ്ടാമത് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു വ്യക്തി സംസാരിക്കും. മൂന്നാമതായിട്ട് സാക്ഷ്യം പറയുവാനായിട്ട്. അപ്പോൾ ഓരോ കൂട്ടായ്മയിലും ഒരു വ്യക്തി 3 പ്രാവശ്യം ഒരു വ്യക്തിക്ക് പ്രതികരിക്കാൻ സമയം ലഭിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വ്യക്തികൾക്കും ഈ കൂട്ടായ്മയിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് എന്നുള്ള ഒരു ബോധ്യം. ഒരാൾ മാത്രമല്ല സംസാരിക്കുക, എല്ലാവരും കൂട്ടായ്മ വരുന്ന എല്ലാവർക്കും അവരുടെ അനുഭവങ്ങൾ പറയാനൊക്കെയുള്ള ഒരു സാധ്യത ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ വേദപുസ്തകത്തിൻ്റെ വിശുദ്ധ വായന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും. ഒരു സമൂഹത്തിലാണിത് ചെയ്യുന്നതെങ്കിൽ അതിനെപ്പോഴും ഒരു ലീഡർ ഉണ്ടായിരിക്കേണ്ട ആവശ്യമാണ്. ഒരു പുരോഹിതനോ ഒരു സന്യാസിനിയോ അൽമാരിൽ ആരെങ്കിലും ഒരാൾ ലീഡറായിട്ട് വേണം ഈ ശുശ്രൂഷ നടത്തുവാൻ. അപ്പോൾ ലീഡറായിട്ട് ഉള്ള വ്യക്തി വിചിന്തനത്തിന് വേണ്ടി ഒരു 10 മിനിറ്റ് കൂടുതൽ സമയം ഉപയോഗിക്കരുത്. ഒരു വേദഭാഗം വായിച്ചു, 10 മിനിറ്റിൽ താഴെ ഒരു ചെറിയ വിചിന്തനം പറഞ്ഞു, അതിനുശേഷം എല്ലാവരെയും കൊണ്ടും വിചിന്തനം പറയിപ്പിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ആണ് പൂർണ്ണ ധ്യാനം. അല്പനേരം മൗനമായിട്ടിരുന്ന്, ഗ്രൂപ്പിലാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ആ കോണ്ടംപ്ലേഷൻ അത്ര എഫക്റ്റീവായിട്ട് നടത്തുക പ്രയാസമാണെങ്കിലും ഒരു അഭിഷേക പ്രാർത്ഥനയുടെ രൂപത്തിലോ എല്ലാവരും ഒന്നിച്ചേർന്ന് ഒരു അഭിഷേക പ്രാർത്ഥന പോലെ എല്ലാവരുടെ മനസ്സിലുണ്ടാകുന്ന ആ നെടുവീർപ്പുകളെ പ്രാർത്ഥനയായിട്ട് ഒരു അഭിഷേക പ്രാർത്ഥന പോലെ ചൊല്ലുമ്പോൾ എല്ലാവരും ഒന്നിച്ചങ്ങ് പ്രാർത്ഥിക്കുക. അവരുടെ മനസ്സിൽ ദൈവം തോന്നിക്കുന്ന വിഷയങ്ങൾ എല്ലാവരും കൂടി ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുന്ന രീതിയിൽ അഭിഷേക പ്രാർത്ഥന പോലെ ഈ പൂർണ്ണ ധ്യാനത്തിൻ്റെ അവസാനം നമുക്ക് നടത്താവുന്നതാണ്. ഈ 6 തലത്തിലൂടെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വിശുദ്ധ വായന നമ്മൾ നടത്തേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇടവക ദേവാലയങ്ങളിലെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ നമുക്ക് ഈ രീതിയിൽ ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും
നമ്മുടെ ദേവാലയങ്ങളിലെ ഇടവകകളിലെ പ്രാർത്ഥനാ യോഗങ്ങളിൽ ബൈബിൾ വായന നമുക്കറിയാം. പ്രാർത്ഥനാ യോഗത്തിന് എല്ലാവരും ഒന്നിച്ചു കൂടും, ഒരു പാട്ട് പാടും, ഏതെങ്കിലും ഒരു വേദഭാഗം വായിക്കും, ആരെങ്കിലും ഒരാൾ അതിനെക്കുറിച്ച് വിചിന്തനം പറയും. ആ വേദഭാഗമായിട്ടോ വിചിന്തനവുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത പ്രാർത്ഥനയായിരിക്കും മിക്കവാറും അവിടെ നടത്തുക. പരമ്പരാഗതമായി പ്രാർത്ഥിക്കുന്ന 2-3 പേരെല്ലാ പള്ളിയിലും കാണും. അവരെ ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും ചേർത്ത് അവർ പ്രാർത്ഥിക്കും. അവിടെ വായിച്ച വേദഭാഗം ഹൃദയത്തിൽ തട്ടി എൻ്റെ ജീവിതത്തോട് എന്തു പറയുന്നു എന്ന് വിചിന്തനം ചെയ്തുള്ള പ്രാർത്ഥനകൾ പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പ്രാർത്ഥന ജീവിക്കുന്നതായിട്ട് അനുഭവമുള്ളതായിട്ട് മറ്റുള്ളവർക്കും കേൾവിക്കാർക്കും തോന്നുകയില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങളെ ഈ ലെക്സിയോ ദിവിന ഗ്രൂപ്പുകളായിട്ട് നമുക്ക് രൂപാന്തരപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാ പ്രാർത്ഥനാ യോഗത്തിലും എല്ലാവരും വിചിന്തനം പറയണം, എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും സാക്ഷ്യം പറയണം. ഓരോരുത്തരും മാറി മാറി നേതൃത്വം കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വചനം പങ്കുവയ്ക്കുവാനുള്ള ഒരു 10 മിനിറ്റ് സമയം വചനം പ്രഘോഷിക്കുവാനുള്ള അവസരവും ലഭിക്കും. അങ്ങനെ ഓരോ പ്രാർത്ഥനയുടെ അവസരത്തിലും ഓരോ വ്യക്തികൾ മാറി മാറി വചനം പങ്കുവയ്ക്കാനായിട്ട് വിചിന്തനം നടത്താനായിട്ട് ഓരോ വ്യക്തിക്കും സാഹചര്യം ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ മാതാപിതാക്കളും മക്കളും കൂടെ കൂടിയിരുന്ന് ഇപ്രകാരം ലക്ഷ്യദ്വീപന നടത്താൻ പറ്റും. നമ്മുടെ വീടുകളിൽ നമ്മൾ വേദപുസ്തകം വായിക്കാറുണ്ട്. അത് വായിച്ചു അവിടെ കൊണ്ട് തീർന്നു. എന്നാൽ വീട്ടിൽ മാതാപിതാക്കൾ മക്കളോട് ചേർന്നിരുന്ന് തിരി കത്തിച്ച് വെച്ച് ഒരു കുരിശ് വെച്ച് ബൈബിൾ പ്രതിഷ്ഠിച്ച് ഒരു പ്രാർത്ഥന അന്തരീക്ഷം രൂപപ്പെടുത്തി ഒരു വേദഭാഗം വായിച്ചു. എന്നിട്ട് ആരെങ്കിലും ഒരാൾ അതിൻ്റെ ഒരു വ്യാഖ്യാനം പറഞ്ഞു. അല്പനേരം മൗനമായിട്ടിരുന്നിട്ട് മാതാപിതാക്കളും മക്കളും എല്ലാവരും അവരുടെ ഉള്ളിൽ ദൈവം തോന്നിച്ച ചിന്തകൾ, ഈ വേദഭാഗം എന്നോട് എന്തു പറയുന്നുവെന്ന് ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ എല്ലാവർക്കും പങ്കുവയ്ക്കുവാൻ സാധിക്കും. അതിനുശേഷം അത് വെച്ച് എല്ലാവർക്കും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. കുടുംബത്തിലെ മാതാവും പിതാവും മക്കളും ചേർന്ന് ഓരോരുത്തരായിട്ട് ആ വിചിന്തനമനുസരിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം അത് പ്രവൃത്തിയുടെ ഭാഗമായിട്ട് തീരണം കുടുംബത്തിൽ. വീണ്ടും പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ വീണ്ടും ഒന്നിച്ചു കൂടുമ്പോൾ കഴിഞ്ഞ വേദഭാഗം ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി, പ്രവൃത്തിയുടെ ഭാഗമായി എൻ്റെ മനോഭാവത്തെ അതെങ്ങനെ സ്വാധീനിച്ചു എന്നൊക്കെ ചെറിയൊരു ഷെയറിങ് നടത്തിയിട്ട് വേണം അടുത്ത വേദഭാഗ വായനയിലേക്ക് പ്രവേശിക്കാൻ. അതൊരു വ്യക്തിപരമായിട്ട് നമ്മൾ നടത്തുമ്പോഴും ഞാൻ വ്യക്തിപരമായിട്ട് വേദപുസ്തകം വായിച്ചു, വിചിന്തനം നടത്തി, പ്രാർത്ഥിച്ചു, പൂർണ്ണ ധ്യാനം നടത്തി, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടത് മാറണം. വീണ്ടും ഞാൻ വ്യക്തിപരമായിട്ട് വേദപുസ്തക വായനയ്ക്ക് ഞാൻ ഇരിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വായിച്ച വേദഭാഗം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തീർന്നോ, എൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായി തീർന്നോ എന്ന് ദൈവസന്നിധിയിൽ ആത്മശോധന നടത്തിയതിന് ശേഷം വേണം അടുത്ത വേദഭാഗം വായിച്ച് ഈ ലക്ഷ്യദ്വീപിനായിലേക്ക് പ്രവേശിക്കാൻ. ഇപ്രകാരം ലക്ഷ്യദ്വീപിന ഗ്രൂപ്പുകൾ നമ്മുടെ ഇടവുകളിലും ഭവനങ്ങളിലും ഒക്കെ രൂപപ്പെടുമ്പോൾ വലിയ അഭിഷേകമായി തീരും. നമ്മുടെ ഇപ്പോഴുള്ള പ്രാർത്ഥനാ യോഗങ്ങളെ, നമ്മുടെ ഇപ്പോഴുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ ലക്ഷ്യദ്വീപിനായുടെ ഈ അനുഭവത്തിലേക്ക്, ഈ വേദപുസ്തക വായന രീതിയിലേക്ക് നമുക്ക് രൂപാന്തരപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ വിശുദ്ധ ലിഖിതം വലിയ അഭിഷേകമുള്ള അനുഭവമുള്ള യാഥാർത്ഥ്യമായിട്ട് തീരും. ഒരു വൈകാരികത നമുക്കതിനോട് തോന്നും. ദൈവനോട് നിരന്തരം സംഭാഷിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അതിന് ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നാം ഇതുവരെ ലക്ഷ്യദ്വീപിനായുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വിശുദ്ധ വായനയുടെ 6 തലങ്ങളെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. നമുക്ക് ഒരു വേദഭാഗമെടുത്ത് അതിൻ്റെ ഒരു പരിശീലനം, ഒരു വാക്യം മാത്രമെടുത്ത് അതിൻ്റെ പരിശീലനം നമുക്ക് നടത്താം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. മത്തായി 5:13.
ഇപ്പം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടു പോയാൽ ഉപ്പിനെ എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. ഈ വചനം നമുക്കെങ്ങനെയാണ് വിചിന്തനം ചെയ്യാനായിട്ട് സാധിക്കുക? അപ്പോൾ ഒന്നാമത്തെ വായന കഴിഞ്ഞു. രണ്ടാമത്തെ വിചിന്തനം. ഇപ്പം നമ്മൾ ലീഡ് ചെയ്യുന്ന ആൾ അതിന് വിചിന്തനം പറയുകയാണ്. ഉപ്പിൻ്റെ പൊതുവായ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. ഉപ്പ് രുചി നൽകുന്ന പദാർത്ഥമാണ്. വസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഉപ്പ് ഉപയോഗിക്കും. ഉപ്പ് ചില രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കും. യേശു പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. അപ്പോൾ ഈ വചനം എന്നോട് ഇപ്പോൾ വ്യക്തിപരമായി എന്താണ് പറയുന്നത്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് യേശു എന്നോട് ഇന്ന് ഈ സമയത്ത് പറയുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് ഉറയുള്ള ഉപ്പായിട്ട് തീരുന്നുണ്ടോ? മറ്റുള്ളവർക്ക് രുചി പകരുന്ന, സന്തോഷം പകരുന്ന, ആനന്ദം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നുണ്ടോ? അതോ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും മുറിപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണോ? ഞാൻ യഥാർത്ഥത്തിൽ ഉറയുള്ള ഉപ്പായിട്ടാണോ ജീവിക്കുന്നത്? അതോ ഉറകെട്ട ഉപ്പായിട്ടാണോ ഞാൻ ജീവിക്കുക? അപ്പോൾ ഞാൻ കേൾക്കുന്നൊരു വചനം ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, ഈ വചനം എൻ്റെ ജീവിതത്തിൽ എപ്രകാരമാണ്? 100% എനിക്ക് ഉറയുള്ള ഉപ്പായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? 100% ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ മക്കളോട്, മാതാപിതാക്കളോട്, ജോലി ചെയ്യുന്നിടത്ത് 100% മറ്റുള്ളവർക്ക് ഉപ്പായി തീരാൻ, മറ്റുള്ളവർക്ക് എപ്പോഴും സന്തോഷം മാത്രം കൊടുക്കുന്ന വ്യക്തിയായി തീരാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എന്നോട് തന്നെ ചോദിക്കുമ്പോൾ, 100% ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം വളരെ ക്ലിയറാണ്. ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഇല്ല എന്ന ഉത്തരമാണെങ്കിൽ എൻ്റെ ഉള്ളിൽ അനുതാപത്തിൻ്റെ ചിന്ത രൂപപ്പെടും. അനുതാപത്തിൻ്റെ ചിന്ത രൂപപ്പെടും. ദൈവമേ, ഉറയുള്ള ഉപ്പായിട്ട് ജീവിക്കേണ്ട ഞാൻ, മറ്റുള്ളവർക്ക് സന്തോഷവും ആനന്ദവും പകരേണ്ട ഞാൻ, മറ്റുള്ളവർക്ക് വേദനയും പ്രയാസവും ദുഃഖവും ഒക്കെ ആണല്ലോ കൊടുക്കുന്നത്. 100% എനിക്ക് ഉപ്പായിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ലോ എന്നുള്ള കുറ്റബോധം, പശ്ചാത്താപത്തിൻ്റെ ചിന്ത എൻ്റെ ഉള്ളിൽ രൂപപ്പെടും. അപ്പോൾ ഈ പശ്ചാത്താപത്തിൽ നിന്നും അനുതാപത്തിൻ്റെ പ്രാർത്ഥന രൂപപ്പെടും. അപ്പോൾ ഒന്നാമത്തെ വിചിന്തനം പശ്ചാത്താപത്തോടും അനുതാപത്തോടും ചേർന്ന് എൻ്റെ കുറവുകളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും തെറ്റിനെക്കുറിച്ചുമൊക്കെ ബോധ്യപ്പെടുമ്പോൾ എന്നിൽ നിന്നും അനുതാപത്തിൻ്റെ ചിന്തകൾ രൂപപ്പെടും. അനുതാപത്തിൻ്റെ ചിന്തയിൽ നിന്നും അനുതാപത്തിൻ്റെ പ്രാർത്ഥന ഉയരും. ഒരു അനുതാപത്തിൻ്റെ പ്രാർത്ഥന, ഈ വേദഭാഗം അങ്ങ് പ്രാർത്ഥനയാക്കിയാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് അനുതാപത്തിൻ്റെ പ്രാർത്ഥന, ഈ വേദഭാഗം വിചിന്തനം ചെയ്ത ആൾ ഇതങ്ങ് പ്രാർത്ഥനയാക്കുമ്പോൾ എങ്ങനെ ആയിരിക്കാം? എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആ വേദഭാഗം കോട്ട് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അഭിഷേകമാണ്. കർത്താവിൻ്റെ ശബ്ദം വീണ്ടും നമ്മൾ പറയുമ്പോൾ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവമായ കർത്താവേ, അവിടുന്ന് ഇപ്രകാരം പറഞ്ഞല്ലോ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടു പോയാൽ അതിന് വീണ്ടും എങ്ങനെ ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറി മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഉപ്പിൻ്റെ ഉറകെട്ടുപോയ നിമിഷങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് രുചി പകരേണ്ടതിന് പകരം, സന്തോഷം പകരേണ്ടതിന് പകരം, ആനന്ദം പകരേണ്ടതിന് പകരം മറ്റുള്ളവർ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തു. കർത്താവ്, ഉറകെട്ടുപോയ ഞങ്ങളുടെ ആത്മീയജീവിതത്തെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. കർത്താവ്, എന്നോട് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു. അവിടുത്തെ കരുണയ്ക്കായി ഞാൻ യാചിക്കുന്നു. എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തേതാണ് അനുതാപത്തിൻ്റെ പ്രാർത്ഥന. രണ്ടാമത്തെ വിചിന്തനം, യേശു പറഞ്ഞു ലോകത്തിൻ്റെ ഉപ്പാണ്. അപ്പോൾ 100% എനിക്ക് ഉറയുള്ള ഉപ്പായിട്ട് ജീവിക്കാൻ സാധിച്ചോ? മറ്റുള്ളവർക്ക് സന്തോഷവും ആനന്ദവും സ്നേഹമൊക്കെ കൊടുക്കാൻ സാധിച്ചു? നമ്മളിപ്പോൾ കണ്ടു 100% ഒന്നും ആരെ കൊണ്ടും സാധിക്കത്തില്ല. അപ്പോൾ അനുതാപത്തിൻ്റെ ചിന്ത വരും. എന്നാൽ കുറേയൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എത്രയോ പേർക്ക് ആനന്ദം കൊടുക്കാൻ, സന്തോഷം കൊടുക്കാൻ, അവരെ സ്നേഹിക്കാൻ ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 100% സാധിച്ചില്ലെങ്കിലും കുറേയൊക്കെ ഉറയുള്ള ഉപ്പായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഭവനത്തിൽ, ഞാൻ ജോലി ചെയ്യുന്നിടത്ത്, മറ്റുള്ളവർക്കൊക്കെ
ഉറയുള്ള ഉപ്പായി മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന വ്യക്തിയായിട്ടൊക്കെ ജീവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്നും നന്ദിയുടെ ചിന്ത രൂപപ്പെടും. നന്ദിയുടെ ചിന്തയിൽ നിന്നും നന്ദിയുടെ പ്രാർത്ഥന രൂപപ്പെടും. അപ്പോൾ 100% എനിക്ക് ഉറയുള്ള ഉപ്പായിട്ട് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിലും കുറേയൊക്കെ ഉറയുള്ള ഉപ്പായിട്ട് മറ്റുള്ളവർക്ക് സന്തോഷവും ആനന്ദവും ഒക്കെ കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ നന്ദിയുടെ ചിന്ത രൂപപ്പെടും. അപ്പം നന്ദിയുടെ ചിന്തയിൽ നിന്നും നന്ദിയുടെ പ്രാർത്ഥന രൂപപ്പെടും. അപ്പോൾ നമ്മൾ നന്ദിയുടെ പ്രാർത്ഥന ചൊല്ലിയാൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: ദൈവമായ കർത്താവേ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. കർത്താവേ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ചില അവസരങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് ഉറയുള്ള ഉപ്പായിട്ട് ജീവിക്കാൻ, മറ്റുള്ളവർക്ക് സന്തോഷവും ആനന്ദവും നൽകുന്ന വ്യക്തിയായി ജീവിക്കാൻ നീ എനിക്ക് തന്ന വലിയ കൃപയോർത്ത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അനേകർക്ക് ഓരോ ദിവസവും ഉറയുള്ള ഉപ്പായി ജീവിക്കുവാൻ, രുചി പകരുന്ന ആനന്ദം പകരുന്ന വ്യക്തിയായി ജീവിക്കുവാൻ അവിടുന്ന് തന്ന വലിയ കൃപയോർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ നന്മ കൊണ്ടുമല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അവിടുത്തെ വലിയ കൃപയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതെല്ലാം ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്നുള്ള ചിന്തയിൽ മൂന്നാമത്തെ ചിന്ത, ഇന്നു മുതൽ ഉറയുള്ള ഉപ്പായിട്ട് ജീവിക്കാനാണോ നീ ആഗ്രഹിക്കുക? തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇന്നു മുതൽ എല്ലാവർക്കും ഉറയുള്ള ഉപ്പായിട്ട് ജീവിക്കണം, മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന, ആനന്ദം പകരുന്ന, രുചി പകരുന്ന വ്യക്തിയായിട്ട് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭാര്യയ്ക്ക്, ഭർത്താവിന്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എല്ലാവർക്കും ഇന്നു മുതൽ ഉറയുള്ള ഉപ്പായി സന്തോഷം പകരുന്ന വ്യക്തിയായിട്ട് ജീവിക്കണം. പക്ഷേ 100% എന്നെക്കൊണ്ട് സാധിക്കത്തില്ലെന്ന് നമുക്ക് തീർച്ചയുമുണ്ട്. അവിടെ എൻ്റെ പരിമിതിയെക്കുറിച്ച് എനിക്ക് ബോധ്യം വരും, എൻ്റെ കുറവുകളെക്കുറിച്ച് ബോധ്യം വരും. ഞാൻ എത്ര ആഗ്രഹിച്ചാലും 100% ഒന്നും എപ്പോഴും മറ്റുള്ളവർക്ക് ആനന്ദവും സന്തോഷവും രുചിയും പകരാൻ എനിക്ക് സാധിക്കത്തില്ല എന്നുള്ള തിരിച്ചറിവിൽ, എൻ്റെ കഴിവില്ലായ്മയുടെ ബോധ്യത്തിൽ എൻ്റെ ഉള്ളിൽ നിന്നും ദൈവത്തോടുള്ള അപേക്ഷയുടെ ചിന്തകൾ രൂപപ്പെടും. എൻ്റെ പരിമിതികളെക്കുറിച്ചും കുറവുകളെക്കുറിച്ചുമുള്ള ചിന്തയിൽ നിന്നും, എൻ്റെ കഴിവുകൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ള ആ ബോധ്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് അടുക്കാനുള്ള ചിന്തയിൽ നിന്നും അപേക്ഷയുടെ, യാചനയുടെ ചിന്തകളും പ്രാർത്ഥനയും രൂപപ്പെടും. മൂന്നാമത്തെ ചിന്ത അതാണ്, പ്രാർത്ഥന അതാണ്. അപേക്ഷയുടെ ചിന്ത, അതിൽ നിന്നും അപേക്ഷയുടെ പ്രാർത്ഥന. ഇപ്രകാരം പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും: ദൈവമായ കർത്താവേ, സുവിശേഷത്തിൽ പറയുന്നത് പോലെ എന്നും ഉറയുള്ള ഉപ്പായി മറ്റുള്ളവർക്ക് രുചിയും സന്തോഷവും ആനന്ദം പകരുന്ന വ്യക്തിയായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കർത്താവേ, എൻ്റെ ബലഹീനതയും പരിമിതിയും കഴിവില്ലായ്മയും ഞാൻ തിരിച്ചറിയുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എന്നിലേക്ക് ചൊരിയണമേ. ഉറയുള്ള ഉപ്പായി എന്നും ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. എനിക്കതിനുള്ള കഴിവും ശക്തിയും ഒന്നുമില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിൻ്റെ ആത്മാവിനെ തന്ന് എന്നെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. എന്നും ഉറയുള്ള ഉപ്പായി മറ്റുള്ളവർക്ക് സന്തോഷം ആനന്ദം പകരുന്ന വ്യക്തിയായി ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. നാലാമത്തെ ചിന്ത, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സാക്ഷാൽ ഉറയുള്ള ഉപ്പ് ആരാണ്? അത് ദൈവം മാത്രമാണ്, യേശുക്രിസ്തുവാണ്. എല്ലാവർക്കും എപ്പോഴും സന്തോഷവും ആനന്ദവും പകരാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ, ആ ദൈവത്തിന് മാത്രം. അപ്പോൾ ദൈവം ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയാണ് നാലാമത്തെ ചിന്ത. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്നേഹം, ദൈവത്തിൻ്റെ നിറവ്, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ വിവിധ ആട്രിബ്യൂട്ട്സ്, വിശേഷണങ്ങളെല്ലാം നമ്മൾ ഓർത്തുകൊണ്ട് നമ്മൾ ദൈവത്തിന് സ്തുതിയും ആരാധനയും സ്തോത്രത്തിൻ്റെയും ചിന്തകൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കടന്നു വരും. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വിവിധങ്ങളായ വിശേഷണങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ ദൈവത്തിന് സ്തുതിയും ആരാധനയും സ്തോത്രവും അർപ്പിക്കുന്ന ചിന്തകളും പ്രാർത്ഥനയും രൂപപ്പെടും. അപ്പോൾ ഒരിക്കലും ഉറകെട്ടുപോകാത്ത സാക്ഷാൽ ഉപ്പ് യേശു തന്നെയാണ്. ആ ബോധ്യത്തിൽ നമുക്കിപ്രകാരം പ്രാർത്ഥിക്കാം: ദൈവമായ കർത്താവേ, എല്ലാവർക്കും എന്നും എപ്പോഴും ഉറയുള്ള ഉപ്പായി സന്തോഷവും ആനന്ദം പകരുന്ന ഉപ്പായി തീരുവാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നീയാണല്ലോ കർത്താവേ സാക്ഷാൽ ഉറയുള്ള ഉപ്പ്.
നീ സ്നേഹത്തിൻ്റെ നിറവും കാരുണ്യത്തിൻ്റെ മകുടവുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സർവശക്തനായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധരുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ, അവിടുത്തെ സർവ്വമഹത്വത്തിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ, ഞാൻ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ വിശുദ്ധ ലിഖിതത്തിലെ ഓരോ ചിന്തയും 4 രീതിയിലുള്ള പ്രാർത്ഥനയിലേക്ക് നമ്മെ നയിക്കും. നമ്മളിപ്പോൾ അതാണ് കണ്ടത്. 4 രീതിയിലുള്ള വിചിന്തനം, 4 പ്രാർത്ഥനാ രീതിയിലേക്ക് നയിക്കും. അനുതാപത്തിൻ്റെ പ്രാർത്ഥന, നന്ദിയുടെ പ്രാർത്ഥന, അപേക്ഷയുടെ പ്രാർത്ഥന, സ്തുതിപ്പിൻ്റെയും ആരാധനയുടെയും പ്രാർത്ഥന. അപ്പോൾ 4 രീതിയിലുള്ള വിചിന്തനവും 4 രീതിയിലുള്ള പ്രാർത്ഥനയും നമ്മുടെ ഉള്ളിൽ നിന്ന് രൂപപ്പെടും. അപ്പോൾ ഏതിന് ഫോക്കസ് കൊടുക്കുന്നോ ആ വേദഭാഗത്തിന്, വിചിന്തനത്തിന് ഫോക്കസ് കൊടുത്ത് ആ ഭാഗം കൂടുതൽ പ്രാർത്ഥിക്കാം. അനുതാപത്തിനാണ് കൂടുതൽ ഫോക്കസെങ്കിൽ അനുതാപത്തിൻ്റെ പ്രാർത്ഥന കൂട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിക്കാണ് ഫോക്കസ് കൊടുക്കുന്നതെങ്കിൽ നന്ദിയുടെ ചിന്തയും നന്ദിയുടെ പ്രാർത്ഥനയും നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം. ഇനിയും അപേക്ഷയുടെ ചിന്തയ്ക്കാണ് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അപേക്ഷയുടെ പ്രാർത്ഥന കൂടുതൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഇനി സ്തുതിപ്പിൻ്റെയും ആരാധനയും ചിന്തയ്ക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥന നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കും. കൂടാതെ ഇത് 4 കൂടി വേണമെങ്കിൽ ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഇപ്പോൾ ഉപ്പിനെക്കുറിച്ച് നമ്മൾ ചെറിയൊരു വേദഭാഗം, ഒരു വാക്യം എടുത്ത് നമ്മൾ ഇത്രയും പ്രാർത്ഥന ചൊല്ലിയെങ്കിൽ ഈ 4 ഭാഗം കൂടെ ചേർത്ത് ആദ്യം അനുതാപത്തിൻ്റെയും നന്ദിയുടെയും അപേക്ഷയുടെയും സ്തുതിപ്പിൻ്റെയും ആരാധനയുടെയും എല്ലാ ചിന്തകളും പ്രാർത്ഥന ഒന്നിച്ച് ചേർത്ത് നമുക്ക് നീണ്ട പ്രാർത്ഥന ചൊല്ലാൻ സാധിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന എത്ര സമയമുണ്ടോ ആ സമയമനുസരിച്ച് നമുക്ക് പ്രാർത്ഥനാ രീതികളെ നമുക്ക് രൂപപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് കൂട്ടായ്മയിലും നടത്താം, വ്യക്തിപരമായും നടത്താം, കുടുംബത്തിലും നടത്താം. ഈ ലക്ഷദ്വീപിനായുടെ ഈ വിചിന്തനവും പ്രാർത്ഥനയും അത് വലിയ അഭിഷേകമുള്ള യാഥാർത്ഥ്യമായിട്ട് തീരും. ഈ മുകളിൽ പറഞ്ഞ 4 പ്രാർത്ഥനാ രീതികൾ കൂടാതെ 2-3 രീതിയിലുള്ള പ്രാർത്ഥനാ രീതികൾ കൂടിയുണ്ട്. 5-മത്തെ ഒരു പ്രാർത്ഥനാ രീതിയാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഈ മുകളിൽ പറഞ്ഞ 4 പ്രാർത്ഥനാ രീതികൾ കൂടാതെ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു കുരിശിൽ അവസാനത്തെ ശ്വാസത്തിന് പാടുപെടുമ്പോൾ കർത്താവ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി അവന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇവർ ചെയ്യുന്നതെന്ത് എന്ന് ഇവർ അറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അവസാനത്തെ ശ്വാസത്തിന് പിടയുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശു. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. അപ്പോൾ ഈ 4 പ്രാർത്ഥനാ രീതികൾ കൂടാതെ ഈ ലക്ഷദ്വീപിനാട് അവസാന ഭാഗത്ത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളും എല്ലാം ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾ, മറ്റുള്ളവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾ, രോഗത്തിലായിരിക്കുന്നവർ, പ്രയാസത്തിലായിരിക്കുന്നവർ, ദുഃഖത്തിലായിരിക്കുന്നവർ, അവരെയൊക്കെ ഓർത്ത് സമർപ്പിച്ച് അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ഇൻ്റർസെസറി പ്രേയേഴ്സ്, ഇതാണ് 5-മത്തെ പ്രാർത്ഥന. 6-മത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് പേഴ്സണൽ പ്രയർ, വ്യക്തിപരമായ പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് നിരവധി നിർവചനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണമാണ്. ദൈവത്തെയും മനുഷ്യനെയും ഒന്നിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. മണവാട്ടിയുടെ ഹൃദയത്തിൽ നിന്നും മണവാളിലേക്ക് ഉയരുന്ന സ്നേഹത്തിൻ്റെ സംഭാഷണമാണത്. വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മുന്തിരിയുടെ ശാഖ തായ്തണ്ടോട് ചേർന്നിരിക്കുമ്പോൾ തായ്തണ്ടിൽ നിന്നും ജീവരസം ശാഖയിലേക്ക് നുരഞ്ഞു പൊങ്ങി ശാഖയിലേക്ക് ശക്തി ഉളവാകുന്ന നിമിഷമാണ് പ്രാർത്ഥന. എന്നാൽ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുക? നാം പിതാവായ ദൈവത്തോട് വളരെ വ്യക്തിപരമായി നമ്മൾ സ്നേഹ സംഭാഷണം നടത്തുന്ന നിമിഷമാണത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അമ്മയുടെ കരങ്ങളിൽ കുഞ്ഞായിരുന്നു കൊണ്ട് അമ്മയോട് സംവദിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഭാവം, ഫീലിയൽ ഡിവോഷൻ ടു ദി ഫാദർ. യേശുവിന് പിതാവിനോടുണ്ടായിരുന്ന പുത്രസഹജമായ സ്നേഹം. അപ്പോൾ യേശു ആബാ പിതാവേ എന്ന് വിളിച്ച് പിതാവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന പുത്രസഹജമായ ആ ഒരു വൈകാരികതയിൽ, വികാരത്തിലാണ് നമ്മളും ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന നിമിഷങ്ങളിലേക്ക് കടന്നു വരിക. ഒരു അമ്മയുടെ കരങ്ങളിൽ കുഞ്ഞിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ നിമിഷമാണ്, ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ്. 1-2 വയസ്സുള്ള കുഞ്ഞ് അമ്മയുടെ കരങ്ങളിലിരിക്കുമ്പോൾ അതിന് പൂർണ്ണ സുരക്ഷിതത്വം ഫീൽ ചെയ്യുകയാണ്.
അമ്മയുടെ മുഖത്തേക്ക് കുഞ്ഞ് നോക്കുന്നുണ്ട്, കുഞ്ഞിൻ്റെ മുഖത്തേക്ക് അമ്മ നോക്കുന്നുണ്ട്, രണ്ടുപേരും സംവദിക്കുന്നുണ്ട്. പക്ഷേ അമ്മയും കുഞ്ഞും ചില സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. പരസ്പരം രണ്ടുപേർക്കും മനസ്സിലാകത്തില്ലെങ്കിലും അവർ തമ്മിൽ കുഞ്ഞ് ഞരങ്ങുകയും മൂളുകയും ചുണ്ടനയ്ക്കുകയും ചെയ്യുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും, അമ്മയുടെ ചുണ്ടനങ്ങുമ്പോൾ കുഞ്ഞിന് മനസ്സിലാകും. അങ്ങനെ അമ്മയും കുഞ്ഞും തമ്മിൽ സംവദിക്കുന്നുണ്ട്. പക്ഷെ മൂന്നാമതൊരാൾക്ക് ആ ഭാഷ മനസ്സിലാകണമെന്നില്ല. അങ്ങനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതമായിരിക്കുന്ന ആ ഒരു നിമിഷമാണ് ഈ പേഴ്സണൽ പ്രയർ, വ്യക്തിപരമായ പ്രാർത്ഥന, ഫീലിയൽ ഡിവോഷൻ ടു ദി ഫാദർ. ദൈവപിതാവിൻ്റെ കരങ്ങളിൽ നാം ആയിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ ആത്മാവ് ദൈവാത്മാവിനോട് സംവദിക്കുന്ന നിമിഷം. നമ്മൾ കോണ്ടംപ്ലേഷൻ, പൂർണ്ണ ധ്യാനമെന്നൊക്കെ പറഞ്ഞിടത്ത് ഈ ചിന്തകൾ നമുക്ക് ചേർത്ത് വെക്കാവുന്നതാണ്. വളരെ സാവകാശം നമ്മൾ ദൈവകരങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തോട് സംവദിക്കുന്ന വ്യക്തിപരമായ പ്രാർത്ഥനയുടെ നിമിഷം, പേഴ്സണൽ പ്രയർ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഒരു കുഞ്ഞിന് അമ്മയുടെ കരങ്ങളിൽ സുരക്ഷിതത്വമുണ്ട്, സന്തോഷമുണ്ട്, പ്രത്യാശയുണ്ട്. അവിടെ ഭയമില്ല, ആകുലതയില്ല, പ്രതിസന്ധിയില്ല. അമ്മയുടെ കരങ്ങളിലായിരിക്കുന്ന കുഞ്ഞിനെ പോലെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് അവിടെ ആനന്ദവും സന്തോഷവും സ്നേഹവും എല്ലാം അനുഭവിക്കുന്ന നിമിഷമാണ് വ്യക്തിപരമായ പ്രാർത്ഥന. അങ്ങനെ നാം ദൈവകരങ്ങളിലാണ് എന്ന ബോധ്യത്തിൽ ആയിത്തീരുന്ന നിമിഷങ്ങളിൽ സമയം പോകുന്നത് അറിയില്ല. യേശുവിന് പിതാവായ ദൈവത്തോടുള്ള പുത്രസഹജമായ സ്നേഹവും ബന്ധവും പ്രാർത്ഥന നമുക്ക് വലിയ ശക്തിയും മാതൃകയുമാണ്. ആറാമതായിട്ട് നമുക്ക് കാണാവുന്നൊരു പ്രാർത്ഥന രീതിയാണ് യാമപ്രാർത്ഥന. യാമപ്രാർത്ഥനയിൽ നമ്മൾ ആദ്യം പറഞ്ഞ പ്രാർത്ഥനാ രീതികളെല്ലാം അതിനകത്തുണ്ട്. അനുതാപത്തിൻ്റെ ചിന്തയും അപേക്ഷയുടെ ചിന്തയും നന്ദിയുടെ ചിന്തയും സ്തോത്രവും സ്തുതിപ്പും എല്ലാം കൂടെ ചേർന്നതാണ് യാമപ്രാർത്ഥന. പക്ഷേ അത് ഒരു സഭയുടെ ഔദ്യോഗികമായ എഴുതപ്പെട്ട പ്രാർത്ഥനയാണ്, സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നൊരു പ്രാർത്ഥനയല്ല. അങ്ങനെ ചരിത്രത്തിൽ ദൈവം ഇടപെട്ട് നമ്മെ സ്നേഹിച്ചതിൻ്റെ, രക്ഷിച്ചതിൻ്റെ അനുഭവങ്ങളെ ചേർത്ത് വെച്ച് പിതാക്കന്മാർ ധ്യാനിച്ച് എഴുതിയ പ്രാർത്ഥനകൾ ആയിരക്കണക്കിന് വർഷം പ്രാർത്ഥിച്ച് മന്ത്രമായി തീർന്നതാണ് ഈ യാമപ്രാർത്ഥനകൾ. അതുകൊണ്ടാണ് യാമപ്രാർത്ഥന ചൊല്ലുന്നിടത്ത് കർത്താവ് സന്നിഹിതനാണ് എന്ന് സഭ പഠിപ്പിക്കുക. കാരണം സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയാണ്. ഔദ്യോഗിക പ്രാർത്ഥനയുടെ പ്രാധാന്യം അതാണ്. അത് ചൊല്ലി മന്ത്രമായി തീർന്നു കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയിൽ സഭ ഔദ്യോഗികമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം സന്നിഹിതനാണ്. അതാണ് യാമപ്രാർത്ഥനയുടെ പ്രാധാന്യം. അവസാനമായിട്ട് ഏഴാമതൊരു പ്രാർത്ഥന രീതി നമുക്ക് മനസ്സിലാകുന്ന ഭക്ത അഭ്യാസങ്ങൾ, നൊവേനകൾ, അതുപോലെ തന്നെ റോസറി, വിശുദ്ധ ജപമാല പ്രാർത്ഥന, കുരിശിൻ്റെ വഴി, മറ്റ് പ്രാർത്ഥനാ രീതികളെല്ലാം ഭക്താഭ്യാസങ്ങൾ. അത് വളരെ വൈകാരികമായ ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്ന പ്രാർത്ഥനാ രീതികളാണ്. അത് നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിവിധ പ്രാർത്ഥന രീതികളെ കൂടി അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ചിന്തകളെ ഞാനിവിടെ പൂർണ്ണമാക്കുകയാണ്. വിശുദ്ധ ലിഖിതത്തിൻ്റെ വിശുദ്ധ വായന എപ്രകാരം നടത്തണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. അതിന് 6 തലങ്ങളുണ്ട് എന്നും 6 തലങ്ങളെക്കുറിച്ച് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വേദപുസ്തകം വായിക്കാനുള്ള പുസ്തകമല്ല, പിന്നെയോ ദൈവത്തെ കേൾക്കാനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം നമുക്കെഴുതിയ സ്നേഹ കത്താണത്. ആ വൈകാരികതയോടെ വിശുദ്ധ ലിഖിതം വായിക്കാനും എന്നും ഒരുക്കത്തോടെ രാവിലെയും വൈകിട്ടും തിരി കത്തിച്ച് ബൈബിൾ വായിക്കാനും വ്യക്തിപരമായും കുടുംബമായും സമൂഹമായും കൂട്ടായ്മയായും ഈ വിശുദ്ധ ലിഖിതത്തിൻ്റെ വിശുദ്ധ വായന നടത്തുന്ന വഴി വലിയ ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടാകും എന്നതിന് യാതൊരു സംശയമില്ല. ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും ദൈവം എന്നോട് എന്തു പറയുന്നുവെന്ന് കേൾക്കാനായിട്ട് കാതുകളെ തുറക്കുമ്പോൾ, ഹൃദയത്തെ തുറക്കുമ്പോൾ വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെയും നിങ്ങളുടെയും വ്യക്തിജീവിതത്തിലുണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ വചനം അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, മജ്ജയിലേക്കും മാംസത്തിലേക്കും തുളച്ചു കയറുന്നതാണെന്നും വിശുദ്ധ ലിഖിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലിഖിതം നമ്മുടെ ജീവിതത്തിനൊന്നും അനുഗ്രഹമാകട്ടെ. വിശുദ്ധ കുർബാനയിലെ കർത്താവ് വിശുദ്ധ ലിഖിതത്തിലുമുണ്ട് എന്ന ബോധ്യത്തിൽ നമ്മുടെ ഭവനത്തിൽ
വിശുദ്ധ ലിഖിതം വെക്കാൻ ഒരു ഉചിതമായ സ്ഥലം നമ്മൾ കണ്ടെത്തണം. 2 തിരി കത്തിച്ച് ഒരു ചെറിയ കുരിശും അതിൻ്റെ മുമ്പിൽ വെക്കത്തക്ക രീതിയിൽ നമ്മുടെ ഭവനത്തിൽ ഒരു വൈദികൻ വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ലിഖിതം തുറന്നു വെച്ച് കഴിയുമ്പോൾ അത് വലിയ അഭിഷേകത്തിൻ്റെ നിമിഷമാണ്. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിലെല്ലാം വിശുദ്ധലിഖിതം പ്രതിഷ്ഠിക്കുവാനുള്ള വലിയൊരു കൃപ നമുക്ക് ലഭിക്കട്ടെ. അനേകം ഭവനങ്ങളതുണ്ട് എന്നെനിക്ക് അറിയാം. എങ്കിലും ഏതെങ്കിലും ഭവനത്തിൽ ഇല്ല എങ്കിൽ വിശുദ്ധ ലിഖിതം ഭവനങ്ങൾ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. അതുപോലെ തന്നെ എല്ലാവരും വ്യക്തിപരമായും വിശുദ്ധ ലിഖിതത്തോട് വലിയൊരു സ്നേഹം കാട്ടുമ്പോൾ ഓരോ വ്യക്തിക്കും അത് വലിയ അഭിഷേകമായി അനുഗ്രഹമായി തീരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.